ഊർജം, രസം, തന്ത്രം എന്ന ഈ സെഷനിൽ അതിനുള്ള ഉത്തരം തേടാം. ലോക്സഭാ എംപിയും KPCC വർക്കിംഗ് പ്രസിഡൻറ്റുമായ ഷാഫി പറമ്പിലാണ് നമുക്കൊപ്പം ചേരുന്നത്. അദ്ദേഹത്തെ സ്നേഹത്തോടെ ഹോർത്തൂസ് നിലപാട് തറയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ചേരുന്നത് മലയാള മനോരമ കോർഡിനേറ്റിംഗ് എഡിറ്റർ സണ്ണി ജോസഫാണ്. എല്ലാവർക്കും സ്വാഗതം. ഷാഫി പറമ്പിലിനും സ്വാഗതം. അദ്ദേഹം തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ തിരക്കുകൾക്കിടയിലാണ് എത്തിയത്. കഴിഞ്ഞ ദിവസം നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടൻ മമ്മൂട്ടിയാണ് നമ്മുടെ ഹോർത്തൂസ് ഉദ്ഘാടനം ചെയ്തത്. സമാപനത്തിന് വരാനിരിക്കുന്നത് മോഹൻലാലാണ്. സത്യത്തിൽ മമ്മൂട്ടിയുടെ ഒരു ഊർജവും മോഹൻലാലിൻ്റെ ഒരു രസവും രാഷ്ട്രീയത്തിൽ ഒരാളിൽ സമന്വയിച്ചാൽ ഷാഫി പറമ്പിൽ എന്ന് നിങ്ങളുടെ എല്ലാവരുടെയും അനുഭവത്തോടെ വിളിക്കും. ഷാഫി പറമ്പിലിന് സ്വാഗതം. ഞാനൊരു അഭിനേതാവാണെന്ന് പറയരുത്. അതിലേക്കാണ് വരുന്നത്. ഊർജം, രസം, തന്ത്രം. ഷാഫിക്ക് ഇതിൽ ഏത് വാക്ക് വേണമെങ്കിലും ചേരാവുന്നതാണ്, വേണമെങ്കിൽ 3 വാക്ക് ചേരാവുന്നതാണ്. ഷാഫിയെ വിലയിരുത്തുമ്പോൾ എന്താണ് ഷാഫിയുടെ ഒരു ഹൈലൈറ്റായിട്ട് സ്വയം കരുത്തായിട്ട്? എനിക്ക് അതിനകത്ത് അങ്ങനെ കണക്ട് ചെയ്യാൻ പറഞ്ഞു. വേറെ ആളാണ് വിലയിരുത്തേണ്ടത് എപ്പോഴും, അല്ലെങ്കിൽ ജനമാണ് വിലയിരുത്തേണ്ടത്. പക്ഷെ അതിൽ ആ 3 പദങ്ങളിൽ ഏറ്റവും കോൺഫിഡൻസ് തോന്നുന്ന പദം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ഊർജ്ജം എന്ന് പറയും. ഊർജ്ജത്തിൻ്റെ രസം എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന മറുപടി. അത് തന്ത്രമായിട്ട് ചിലപ്പോൾ സണ്ണിച്ചേട്ടന് തോന്നിയിരിക്കാം, പക്ഷേ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഊർജ്ജത്തിൻ്റെ രസമാണ്, ആ എനർജിയാണ്. അത് ജനങ്ങൾ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ, ആളുകളെ കാണുമ്പം, അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഒക്കെ കിട്ടുന്ന ഒരു എനർജിയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം ആ 3 പദങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഊർജ്ജം തന്നെയാണ്. കോൺഗ്രസ്സിൽ വലിയൊരു ഊർജ്ജപ്രവാഹമായിരുന്നു ഉമ്മൻചാണ്ടി. ഷാഫി തന്നെ പറഞ്ഞതുപോലെയും നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെയും പുതിയ കോൺഗ്രസിൻ്റെ പവർ ഹൗസാണ്. അപ്പോൾ ഈ ഉമ്മൻചാണ്ടി ഷാഫിയെ സംബന്ധിച്ച് ഞങ്ങളെല്ലാവരും മനസ്സിലാക്കുന്നത് പോലെ വഴികാട്ടിയും മാതൃകയുമാണ്. അസാമാന്യമായ ജനപ്രീതിയാണ് ഇവരെ സമന്വയിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഇവരെ സാമ്യപ്പെടുത്താൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകം. എൻ്റെ ചോദ്യം, ഉമ്മൻചാണ്ടിയിൽ നിന്ന് ഷാഫി പഠിച്ചത് എന്തൊക്കെയാണ്? ഉമ്മൻചാണ്ടിയിൽ നിന്ന് പകർത്തിയത് എന്തൊക്കെയാണ്? ഏതൊരാൾക്കും, ഇപ്പോൾ ഒരു പൊളിറ്റീഷ്യന് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണാവുന്ന പല കാര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ ഒരു ഓർഗനൈസേഷൻ പദവിയാവാം, ചിലപ്പോൾ ഒരു പാർലമെൻ്ററി പദവി ആയിരിക്കാം, ചിലപ്പോൾ അതിൻ്റെ വളർച്ചയായിരിക്കാം. അപ്പം എത്തി നോക്കുമ്പം എന്തായി, ഏതൊക്കെ പദവികളിലിരുന്നു എന്നുള്ളതൊക്കെ ആയിരിക്കും ചിലപ്പം ഒരു പൊളിറ്റീഷ്യൻ്റെ സക്സസിൻ്റെ നമ്മൾ പറയപ്പെടുന്ന അളവുകൾ എന്ന് പറയുന്നത്. പക്ഷെ അതിനെല്ലാം അപ്പുറത്തേക്ക് ഒരു പൊതുപ്രവർത്തകൻ്റെ, ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഏറ്റവും വലിയ സക്സസ് എന്ന് പറയുന്നത് ജനങ്ങളുടെ മനസ്സിലുണ്ടാക്കുന്ന ഒരു ഇടമാണ് എന്നുള്ളത് പഠിക്കാൻ പ്രേരിപ്പിച്ചത് ഉമ്മൻചാണ്ടി സാറാണ് എന്നുള്ളത് നിസ്സംശയം പറയാം. അപ്പോൾ അവരുടെ ഇടയിൽ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഊർജം ഒരാൾക്ക് കിട്ടുന്നത് പദവികളിൽ നിന്നല്ല. ആ ഊർജം ഒരാൾക്ക് കിട്ടുന്നത്, അതൊരു ശക്തിയായിട്ട് മാറുന്നത് ജനങ്ങളിൽ നിന്നാണ്. അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളത് പോലെ തൻ്റെ പാഠപുസ്തകം ജനങ്ങളാണെന്ന് പറഞ്ഞു വെച്ച് അത് ജീവിച്ച് കാണിച്ചല്ലോ. പറഞ്ഞു വെച്ചത് മാത്രമല്ല, അത് ജീവിച്ച് കാണിച്ച ഒരാൾ. ഇപ്പം ഈവൻ ആഫ്റ്റർ ലൈഫ്, ഇപ്പം ഉമ്മൻചാണ്ടി സാറുടെ മരണശേഷം ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രത്യേകത മാത്രം പറയും. ഇപ്പം ഉമ്മൻചാണ്ടി അനുസ്മരിക്കുമ്പോൾ, ബാക്കി നമ്മൾ ആളുകളുടെ മരണ ദിവസം അനുസ്മരിക്കുമ്പോൾ പലപ്പോഴും പുഷ്പാർച്ചന നടത്താറുണ്ട്. പക്ഷെ ഉമ്മൻചാണ്ടി സാറിനെ അനുസ്മരിക്കുന്ന കമ്മിറ്റികൾക്കൊക്കെ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യണമെന്നുള്ളൊരാഗ്രഹം വരികയാണ്. ഇപ്പോൾ സാറിൻ്റെ പേരിൽ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നതോ, അതല്ലെങ്കിൽ എന്തെങ്കിലും ഡിസേർവിങ് ആയിട്ടുള്ള ആളുകളുടെ കാര്യത്തിൽ അവരുടെ ഒരു അവകാശം അവരെ ഏൽപ്പിക്കുന്നതുമായിട്ടുള്ള എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയെ കൂടെ ബേസ് ചെയ്തിട്ട് സാറിനെ സ്മരിക്കണം എന്നുള്ളത്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പശുക്കടവ് എന്നൊരു സ്ഥലത്ത് പോയി. അപ്പോൾ അവിടെ അനുസ്മരണത്തിന് പോയപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു ചെറിയ ഓടിട്ട പോലത്തെ ഒരു പഴയ കെട്ടിടമാണ്, നമ്മുടെ ഈ പലകയൊക്കെ വെച്ച് മാറ്റുന്ന പോലത്തെ ഒരു കെട്ടിടം. പക്ഷെ എൻ്റെ നാട മുറിച്ച എൻ്റെ ഉള്ളിലകത്തേക്ക് ചെന്നപ്പം അവിടെ ഓക്സിജൻ കോൺസെൻട്രേറ്റർ, അവിടെ മെഡിക്കൽ എയ്ഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ബെഡ്, ഒരു ഗ്രാമപ്രദേശത്ത് അവർ ഒരുക്കി വെച്ച് ഉമ്മൻചാണ്ടി സാറിൻ്റെ പേരിൽ അത് ആളുകൾക്ക് സൗജന്യമായിട്ട് കൊടുക്കാനുള്ള. അപ്പം ലൈഫിൽ തന്നെ, ഈ പൊളിറ്റിക്കൽ ലൈഫ് തന്നെ ജനങ്ങളെ പാഠപുസ്തകമാക്കി അവരുമായിട്ടുള്ള ബന്ധത്തെയും അവരുടെ ഹൃദയത്തിൽ കിട്ടുന്ന ഇടമാണ് ഏറ്റവും വലിയ അസറ്റെന്ന് വിശ്വസിക്കാനും അതിനെ ഇഷ്ടപ്പെടാനും അതിനെ ഫോളോ ചെയ്യാനുള്ളൊരു പ്രേരണ. ജനങ്ങളാണ് ഏറ്റവും വലിയ ശക്തി എന്ന് എല്ലാ രാഷ്ട്രീയക്കാരെയും ഓർമ്മിപ്പിക്കുന്ന എക്കാലത്തെയും ഒരു സാന്നിധ്യമായിരിക്കും ഉമ്മൻചാണ്ടി സാർ. ഉമ്മൻചാണ്ടിയുടെ സംഭവബഹുലമായ രാഷ്ട്രീയ ജീവിതം അതിൻ്റെ അവസാന ഭാഗത്തെങ്കിലും ഷാഫി പൂർണ്ണമായി അതിന് സാക്ഷ്യം വഹിക്കുകയും കൂടെ നിൽക്കുകയൊക്കെ ചെയ്ത ഒരാളാണ്. ഉമ്മൻചാണ്ടി തിരുത്തേണ്ടിയിരുന്ന എന്തെങ്കിലും ഉണ്ടാകുമല്ലോ, സ്വാഭാവികമായിട്ടും ഏത് മനുഷ്യനും ഏത് നേതാവിനും ഉണ്ടാകും. ഉമ്മൻചാണ്ടിയുടെ ശൈലിയിൽ നിന്ന്, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ രീതികളിൽ നിന്ന്, ഉമ്മൻചാണ്ടിയുടെ തീരുമാനങ്ങളിൽ നിന്ന് ഒരു തിരുത്തൽ വേണ്ടിയിരുന്നു, അല്ലെങ്കിൽ ഷാഫി അതുപോലൊന്ന് ആ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു മാറ്റം വരുത്തേണ്ടതായി എന്തെങ്കിലും ഉണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ?
അല്ല അത് പിന്നെ അദ്ദേഹത്തെ തിരുത്തേണ്ടിയിരുന്നത് പറയാൻ മാത്രമുള്ളൊരു എക്സ്പീരിയൻസോ അതിന് മാത്രമുള്ളൊരു എക്സ്പോഷറുള്ള ആളൊന്നുമല്ല ഞാൻ. അത് ഇഷ്യൂ ബേസ്ഡാണ്. ചിലപ്പോൾ നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റിയേക്കാം, ചിലപ്പം നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ ശരിയായിട്ട് വന്നേക്കാം. പക്ഷെ അതിൻ്റെ ഒരു അപ്രോച്ചിനെയാണ്, അതിൻ്റെ ഒരു മെൻറ്റാലിറ്റിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ ഓരോ ഡിസിഷനെ അല്ല നമ്മൾ പിന്തുടരാൻ ആഗ്രഹിക്കുന്നത്, ഇഷ്യൂസിനോടുള്ള അപ്രോച്ചിനെയും മെൻറ്റാലിറ്റിയാണ് നമ്മളെ നയിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ എല്ലാവരുടെയും എല്ലാ തീരുമാനങ്ങളും ശരിയായിട്ടോ അല്ലെങ്കിൽ എല്ലാവരുടെയും എല്ലാ തീരുമാനങ്ങളും തെറ്റായിട്ടോ വരില്ലല്ലോ. ഇപ്പം ഞങ്ങൾ തന്നെ പറയാറുണ്ട്, ഇപ്പം ഒരു ഉദാഹരണത്തിന് സോളാർ കേസിൽ സാർ ഇത്ര ഓപ്പണായി അല്ലെങ്കിൽ ഇത്ര ഇങ്ങനെ പ്രതിപക്ഷം പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും ഇങ്ങനെ വിധേയനായി നിന്ന് കൊടുക്കണ്ട, അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു കമ്മീഷനെ തീരുമാനിക്കുമ്പോൾ ഇങ്ങനെ പിൽക്കാലത്ത് പേഴ്സണലൈസ്ഡായി പിന്നെ മറ്റുള്ളവർക്ക് അറ്റാക്ക് ചെയ്യാൻ അവസരം ഒരുക്കി കൊടുക്കുന്ന തരത്തിൽ ഒക്കെ പെരുമാറുന്ന ആളുകളെയൊക്കെ വെക്കുന്ന അത്രയും ഓപ്പൺ ആവേണ്ട കാര്യമൊന്നും അതിനകത്തില്ലായിരുന്നു എന്നുള്ളൊരു ഒരു ഗവൺമെൻറ് എക്സ്ചക്കറിന് 1 രൂപയോട് പോലും നഷ്ടം സംഭവിക്കാത്ത പിന്നെ ഒരു തരത്തിലുള്ള നിയമലംഘനം ഇല്ലാത്തൊരു കേസിനകത്ത് പോലും അത്രയും പിന്നെ ഓപ്പണായി. അതിനിപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി ഇപ്പം നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ എന്ന് പറയുമ്പം അത്രയും മണിക്കൂറുകൾ അവിടെ ചെന്നിരുന്ന് ഒട്ടും അൺഹെൽത്തി അല്ലാത്ത ക്വസ്റ്റ്യൻസിനെ പോലും അങ്ങനെ ഇരുന്ന് ആൻസർ ചെയ്തപ്പം സാർ അത്രയും അതിന് വഴങ്ങിക്കൊടുക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു എന്ന് ചിന്തിക്കുന്ന കുറേ ആളുകളുണ്ട്. ഇപ്പം എൻഡ് ഓഫ് ദ ഡേ ഇപ്പം ഇന്ന് പോലും വന്നിരിക്കുന്ന വാർത്തകൾ എന്താ, ജയിലിൽ നിന്ന് പുറത്ത് വന്ന കത്തിൽ 4 പേജ് പിന്നീട് ചേർക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയത്ത് അത്രയും വ്യക്തിപരമായിട്ടുള്ള വേട്ടയാടാനുള്ള അവസരം ഒരുക്കി കൊടുത്തതിനകത്ത് സാറെടുത്ത ആ ഒരു സ്റ്റാൻഡ്. പക്ഷെ അതിന് വേറൊരു ഗ്രേസ് ഉണ്ട്, അതിന് പിന്നെ അത് ഉമ്മൻചാണ്ടിക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. എത്ര ഭരണാധികാരികൾക്ക് അങ്ങനെ സാധിക്കുമെന്ന് ചോദിച്ചാൽ വെരി ഹാൻഡ് ഫ്യൂ എന്ന് പോലും പറയാൻ പറ്റാവുന്ന തരത്തിലില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ സാർ അത്ര ലീനിയൻ്റായിട്ട് നിന്ന് കൊടുക്കണമായിരുന്നു പിന്നെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ബട്ട് എഗെയിൻ ഉമ്മൻചാണ്ടി സാറാക്കുന്നത് അത്തരം കാര്യങ്ങളിലൊക്കെ മുമ്പിൽ അദ്ദേഹം പറഞ്ഞ ഇപ്പം എല്ലാവരും അന്ന് അദ്ദേഹത്തെയൊക്കെ പരിഹസിച്ചു. ജനകീയ കോടതി, മനസാക്ഷിയുടെ കോടതി, നിയമക്കോടതി, ഇപ്പോൾ എല്ലാ കോടതികളിലും അന്ന് അദ്ദേഹത്തിനെതിരെ ഉയർത്തി വന്നിരുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോൾ കംപ്ലീറ്റ്ലി ഇറലവൻ്റ് ആയെന്ന് മാത്രമല്ല, അത് വലിയൊരു വേണമെന്ന് വെച്ചുണ്ടാക്കിയ ഒരു ദുഷ്പ്രചരണമായിരുന്നു എന്ന് തെളിയിക്കുന്ന എല്ലാ സാധനങ്ങളും വന്നു. അപ്പം അങ്ങനെയൊക്കെ പിന്നീട് ആയേക്കാവുന്ന ഒരു കാര്യത്തിന് അന്ന് അദ്ദേഹം എടുത്തൊരു സമീപനം അക്കാലത്തുണ്ടായിട്ടുള്ള പൊളിറ്റിക്കൽ, പേഴ്സണൽ, ഫാമിലി വൈസൊക്കെയുള്ള വലിയ വേട്ടയാടലിന് വഴിയൊരുക്കി കൊടുത്തില്ലേ, അത്രയൊക്കെ വേണമായിരുന്നു എന്നുള്ളത് ചിന്തിക്കുന്നതാണ്. അത് പറയുമ്പോൾ തന്നെ മറ്റൊരു കാര്യം, ഇത്രയേറെ അടുപ്പമുണ്ടായിരുന്ന ഉമ്മൻചാണ്ടി 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉമ്മൻചാണ്ടിയും അന്നത്തെ എ ഗ്രൂപ്പ് നേതൃത്വം എന്ന് പറയുന്ന ആളുകളും ചേർന്നിട്ട് രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതാവാക്കാം എന്നൊരു തീരുമാനം എടുത്തിരുന്നു, അല്ലെങ്കിൽ ആഗ്രഹിച്ചിരുന്നു എന്നാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള നിലപാടാണ് ഷാഫി അടക്കമുള്ള യുവ MLA-മാരിൽ പലരും സ്വീകരിച്ചത്. അതിനൊരു എന്താണ് അതിൻ്റെ ഒരു ന്യായീകരണം? ഞാൻ ആ തീരുമാനത്തെ അല്ല ചോദ്യം ചെയ്യുന്നത്, എന്തായിരുന്നു, എന്തുകൊണ്ടാണ് നിങ്ങളങ്ങനെ ഇത്രയും വിശ്വാസമുള്ള, ഇത്രയും മാതൃകയായ ഉമ്മൻചാണ്ടിയുടെ തീരുമാനത്തെ പോലും അല്ലെങ്കിൽ ആഗ്രഹത്തെ പോലും മറികടന്നുകൊണ്ട് രമേശ് ചെന്നിത്തല വേണ്ട, മറ്റൊരാളാകട്ടെ എന്ന് നിങ്ങൾ എന്തുകൊണ്ട് തീരുമാനമെടുത്തു? അതിൻ്റെ കാരണം എന്താണ്? ഇപ്പം പറഞ്ഞതുപോലും പാർഷ്യലായിട്ടുള്ളൊരു കാര്യമാണ്. അതിനകത്ത് കുറേ ഇൻഹൗസ് ഡിസ്കഷൻസ് നടന്നിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ്ലി ഒരു ഇൻസൈഡ് പാർട്ടി ഡിസിഷനും ഇൻസൈഡ് പാർട്ടി ഡിസ്കഷനുമായിരുന്നു. ഇപ്പം പിന്നെ ഞാനെടുത്ത തീരുമാനത്തെ സംബന്ധിച്ച് വരെ അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞതുപോലെയല്ല, അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി ഡിസ്കഷൻസും ഒത്തിരി ഡയലോഗ്സും കൺവെർസേഷനൊക്കെ നടന്നിട്ടുള്ളൊരു കാര്യമാണ്. അതൊരു യൂണിലാറ്ററലായി ഇന്നയാൾ വേണ്ട ഇന്നയാൾ വേണം എന്നുള്ളൊരു തീരുമാനം എടുത്തതിൻ്റെ അങ്ങനെയല്ല, അതിനകത്ത് പല ചർച്ചകളും നടന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റാണ് ആ ചർച്ചകൾ ഇനീഷ്യേറ്റ് ചെയ്തിട്ടുള്ള ഒരാൾ. അപ്പോൾ അത് കംപ്ലീറ്റ്ലി ഇൻഹൗസായി 1-to-1 ഉൾപ്പെടെയുള്ള നടത്തിയൊരു ഡിസ്കഷൻസിൻ്റെ കൂടുതൽ ഇന്നർ വെയർ അബൌട്ട്സ് ഇങ്ങനൊരു പൊതുവേദിയിൽ പറയാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പരിമിതിയുണ്ട്. അങ്ങനെ എന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. അല്ലെങ്കിൽ ശ്രദ്ധിച്ചാലോ ആലോചിച്ചാലോ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ഇപ്പോൾ പാർട്ടിക്ക് അകത്തൊരു കാര്യമോ അല്ലെങ്കിൽ ഒരു പാർട്ടി കാര്യമോ പാർട്ടിയുടെ മേലെ നിന്ന് പറഞ്ഞിട്ട് അതിനേക്കാൾ വലുതാവാൻ ശ്രമിച്ചിട്ടുള്ള ഒരു പട്ടികയിൽ ഞാൻ ഇതുവരെ എൻ്റെ പേര് ചേർത്ത് വെക്കാതിരിക്കാനുള്ള ഒരു ജാഗ്രത കാണിച്ചിട്ടുള്ള ഒരാളാണ്. ചിലപ്പം ഇൻഡിവിജ്വലി ചിലപ്പോൾ അതിൻ്റെ പ്ലസ്സോ മൈനസോ ഒക്കെ നമുക്ക് കിട്ടിയേക്കാം, ചിലപ്പം മൈനസ് ആയിരിക്കാം, ചിലപ്പം പ്ലസ് ആയിരിക്കാം. ബട്ട് അതൊരു കംപ്ലീറ്റ്ലി ഇൻഹൗസ് പാർട്ടി ഡിസിഷനും ഡിസ്കഷനുമാണ്. അതിൻ്റെ കൂടുതൽ വെയർ അബൌട്ട്സ് ഞാൻ അങ്ങനെ ഒരു പൊതുവേദിയിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഷാഫി വളരെ നമുക്കറിയാം എഡിറ്റ് ചെയ്ത് സംസാരിക്കുന്ന ആളാണ്. ഷാഫിയുടെ നാവിൽ നിന്നൊരു പിഴവ് വന്നു, ഷാഫി പറഞ്ഞൊരു കാര്യത്തിൻ്റെ പേരിൽ തിരുത്തി പറയേണ്ടി വരിക, അങ്ങനെയൊന്നും സാധാരണയിൽ സംഭവിക്കാറില്ല.
പക്ഷേ ഇത്രയും കരുതലൊക്കെ സൂക്ഷിക്കേണ്ട അതൊരു വ്യക്തിപരമായൊരു മൂല്യബോധത്തിൻ്റെ പ്രശ്നമായിരിക്കാം. പക്ഷേ കോൺഗ്രസ് പോലെ ജനാധിപത്യ സ്വഭാവമുള്ളൊരു പാർട്ടിയിൽ നിങ്ങൾ ഇങ്ങനെയാണോ അതോ കുറച്ചുകൂടി കാര്യങ്ങൾ സുതാര്യമായി ചർച്ച ചെയ്യുകയാണോ വേണ്ടത്? ഇറ്റ്സ് അബൌട്ട് ഹൗ യു ലുക്ക് അറ്റ് ഇറ്റ്. നിങ്ങൾ എങ്ങനെയാണ് അത് കാണുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ സുതാര്യമായ ചർച്ച ഒരു മാധ്യമവേദിയിൽ വേണോ അതോ പാർട്ടി വേദിയിൽ മതിയോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻറ്റും KSU പ്രസിഡൻറ്റൊക്കെ ആയിരിക്കുമ്പോൾ ചെറുപ്പക്കാരുടെ അവസരത്തിന് വേണ്ടിയൊക്കെ കുറച്ചും കൂടെയൊക്കെ ഔട്ട് ഓഫ് ദ ബോക്സ് സംസാരിക്കാറുണ്ട്. കൂടുതൽ ചെറുപ്പക്കാരുണ്ടാവണമെന്നൊക്കെ പറയാറുണ്ട്. അതൊന്നും ഒരു ആൻറ്റി പാർട്ടി സ്റ്റാൻഡല്ല. നേരെ മറിച്ച് പാർട്ടിക്ക് അകത്തെ കാര്യങ്ങൾ നമ്മുടെ വ്യക്തിപരമായ സുതാര്യതയുടെ പേരിൽ ഇപ്പം താങ്കൾ സൂചിപ്പിച്ചതുപോലെ എഡിറ്റ് ചെയ്ത് സംസാരിക്കുക എന്നുള്ളൊരു വാക്ക് താങ്കൾ സൂചിപ്പിച്ചു. അത് എൻ്റെ ഒരു അണ്ടർലൈങ് സ്പിരിറ്റാണ്. ഞാൻ എന്നെ ഇപ്പോൾ ഈ അവസരങ്ങളിലേക്കൊക്കെ നിങ്ങൾക്കൊക്കെ എന്നെ പരിചയപ്പെടുത്തി തന്ന പാർട്ടിക്ക് എൻ്റെ സംസാരം എഡിറ്ററല്ല എന്ന് കാണിക്കാൻ വേണ്ടി പാർട്ടി ഒരു ഡിഫൻസിലേക്ക് അയക്കണോ വേണ്ടയോ എന്നുള്ളത്, പ്രത്യേകിച്ച് ഇൻഹൗസ് പാർട്ടി കാര്യങ്ങൾ, ഇപ്പോൾ പൊതുവായിട്ടുള്ള ഒരു കാര്യത്തിലൊക്കെ നമുക്ക് ചിലപ്പം പാർട്ടിയോടോ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അപ്പം പാർട്ടിയുടെ ഇൻസൈഡ് ഡിസ്കഷൻ മാറ്റേഴ്സിൻ്റെ കാര്യമൊക്കെ പുറത്ത് പറഞ്ഞിട്ട് പിന്നെ ഞാൻ ഭയങ്കര ഓപ്പണാണ്, ഞാൻ ഒട്ടും എഡിറ്റഡ് അല്ല, പിന്നെ ഞാൻ ആസ് എൻ ഇൻഡിവിജ്വൽ അതാണ് എൻ്റെ ഐഡൻറ്റിറ്റി എന്ന് കാണിക്കാം. ബട്ട് എൻ്റെ ബേസിക് ഐഡൻറ്റിറ്റി ഒരു പൊതുപ്രവർത്തനം നിലക്ക് ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്. ഇപ്പോൾ എൻ്റെ ഇൻഡിവിജ്വലായിട്ടുള്ള ഒരു മൈലേജിനോ അല്ലെങ്കിൽ ഇൻഡിവിജ്വലായിട്ടുള്ള ഒരു പ്ലേസിങ്ങിനോ വേണ്ടി പിന്നെ ദ മാൻ ഹു സ്പീക്സ് അൺഎഡിറ്റഡ് എന്ന് നിങ്ങൾ ആ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ പറയാം. അങ്ങനെ ആക്കാൻ വേണ്ടി വേണമെങ്കിൽ എനിക്കിവിടെ ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയാം, പാർട്ടിക്കകത്ത് കൊടുന്ന ചർച്ചകളൊക്കെ പറയാം, എന്നിട്ട് അക്കാര്യത്തിൽ എൻ്റെ നിലപാട് അതായിരുന്നു എന്നൊക്കെ പറയാം. അപ്പോൾ അതിനകത്ത് ചിലപ്പം ഒരു അപ്രീസിയേഷൻ, ഒരു കയ്യടി താൽക്കാലികമായി കിട്ടിയേക്കാം. ബട്ട് ബീങ് എ കോൺഗ്രസ് മാൻ, ഞാനിതിൻ്റെ ഒരു സമഗ്രതയിൽ കോൺഗ്രസ് പാർട്ടി ആസ് സച്ച് സ്റ്റേറ്റിൻ്റെയും രാജ്യത്തിൻ്റെയും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനകത്ത് വിട്ടുവീഴ്ച ചെയ്യുന്നില്ല എന്നുള്ള ഞങ്ങളുടെ ഉറച്ച വിശ്വാസമാണ്. അപ്പോൾ അത് താങ്കൾ സൂചിപ്പിച്ചതൊരു ബിഹേവിയർ അല്ല, അത് കോൺഗ്രസ് മാൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ക്യാരക്ടർ തന്നെയാണ്. ഞാൻ കാരണം എൻ്റെ പാർട്ടി ഡിഫൻസിലാവാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക. ചിലപ്പോൾ ഉണ്ടായി പോകുമ്പോൾ നാക്കുപിഴയൊക്കെ വന്നിട്ടുണ്ടാവാം, ബോധപൂർവ്വം അല്ലെങ്കിലും ഉണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ചില സ്റ്റാൻഡുകൾ തെറ്റിയിട്ടുണ്ടാവാം. ബട്ട് അണ്ടർലൈങ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പിന്നെ ഇൻഡിവിജ്വലിനേക്കാളും ബീങ് എ പാർട്ടി മാൻ, പാർട്ടി ഇൻട്രസ്റ്റ് ആണ് വലുത് എന്നുള്ളത് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഷാഫിയുടെ വിശ്വാസത്തെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ ഇപ്പം ശശി തരൂർ പല വിഷയങ്ങളിലും കോൺഗ്രസ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് പോലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നുണ്ട്. കോൺഗ്രസ് സ്വാഭാവികമായിട്ടും കോൺഗ്രസ്സാണ്, ഇതിലിങ്ങനെ ആകാം എന്നൊരു തീരുമാനം എടുക്കുന്നു, അല്ലെങ്കിൽ പുറത്തു പറയുന്നു. പക്ഷേ ഷാഫി പറഞ്ഞ പ്രശ്നം തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു ഇലക്ഷൻ്റെ പടിവാതിക്കൽ നിൽക്കുമ്പോൾ ഉത്തരവാദപ്പെട്ടൊരു നേതാവ്, ശശി തരൂരിനെ പോലൊരു നേതാവ് ഇങ്ങനെ പ്രതികരിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് അത് നിങ്ങൾക്ക് പാർട്ടി വേദികളിൽ പരിഹരിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? അദ്ദേഹം അങ്ങനെ ഒരു പാർട്ടി റാങ്ക് ആൻഡ് ഫയലിലൂടെ വളർന്നു വന്നിട്ടുള്ള ഒരാളൊന്നുമല്ല. ഈ വാസ് കംപ്ലീറ്റ്ലി വേറൊരു പ്രൊഫഷനിലും വേറൊരു സ്ട്രീമിലും നിന്നിരുന്ന ഒരാളാണ്. ആ നിന്നിരുന്ന സമയത്ത് തന്നെ കോൺഗ്രസിൻ്റെ പല കാര്യങ്ങളെയും വിമർശിച്ച് എഴുതുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. എഗെയിൻ നേരത്തെ പറഞ്ഞൊരു ലാർജർ ഇൻട്രസ്റ്റിൻ്റെ സ്പേസ് കോൺഗ്രസ് പാർട്ടിയിലുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരാൾ പൊളിറ്റിക്സിൻ്റെ മുഖ്യധാരയിലേക്ക് വരുമ്പം ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസിനെ സപ്പോർട്ട് ചെയ്ത് അതുവരെയും ഇപ്പോഴും സംസാരിക്കുന്ന ഒരാളെന്നുള്ള നിലക്ക് അദ്ദേഹത്തിനൊരു സ്പേസ് കോൺഗ്രസ്സിന് കൊടുക്കാൻ പ്രയാസമില്ല. അപ്പോൾ ആ സ്പേസിൽ നിന്നിട്ട് അദ്ദേഹം തിരുവനന്തപുരത്ത് MP ആയി മാറി, അദ്ദേഹം രാജ്യത്തെ പിന്നെ ക്യാബിനറ്റിൻ്റെ ഭാഗമായി മാറി, കേന്ദ്രമന്ത്രിയായിട്ട് അദ്ദേഹം മാറി. ഇപ്പോഴും ഈസ് കണ്ടിന്യൂ ടു ബി എൻ MP ഫ്രം ട്രിവാൻഡ്രം ഫ്രം കോൺഗ്രസ് പാർട്ടി. അപ്പോൾ ആ സ്പേസ് അദ്ദേഹത്തിന് കോൺഗ്രസ്സിന് കൊടുത്തിട്ടുണ്ട്. ആ സ്പേസിന് പുറത്ത് നിന്ന് എത്രത്തോളം സംസാരിക്കണം, തന്നെ ലിമിറ്റ് ചെയ്യണം എന്നുള്ളതിൽ പിന്നെ അദ്ദേഹം തന്നെയാണ് ഒരു തീരുമാനം ആദ്യം എടുക്കേണ്ടത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കംപ്ലീറ്റ് റാങ്ക് ആൻഡ് ഫയലിൻ്റെ പാതയിലൂടെ നടന്നു വന്നിട്ടുള്ള ഒരാൾ പിന്നെ സംസാരിക്കുന്ന ചില കാര്യങ്ങളുടെ പേരിൽ ഡേ ടു ഡേ ഡിസിപ്ലിനറി ആക്ഷനോ അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഷോക്കോസിലേക്കോ ഒന്നും പോകാൻ പെട്ടെന്ന് കോൺഗ്രസ് പാർട്ടിക്ക് കഴിയില്ല. അപ്പം ചില പാർട്ടി വേദികളിൽ ഡിസ്കഷൻസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ലീഡർഷിപ്പുമായിട്ട് അദ്ദേഹം കൺസൾട്ട് ചെയ്യാറുണ്ട്. ലീഡർഷിപ്പ് അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു ലിമിറ്റ് എവിടെ വരക്കണം എന്നുള്ളത് പിന്നെ അദ്ദേഹം തന്നെ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ പാർട്ടി വരക്കേണ്ട ഒരു ഘട്ടം വരില്ല എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഷാഫി ദേശീയ രാഷ്ട്രീയത്തിൽ MP ആയ ശേഷം സജീവമാണ്, പാർലമെൻറ്റിൽ സജീവമാണ്. എങ്ങനെയാണ് ദേശീയ രാഷ്ട്രീയത്തിലെ അല്ലെങ്കിൽ ഡൽഹിയിലെ ഒരു രാഷ്ട്രീയ ജീവിതത്തെ കുറിച്ചുള്ള ഷാഫിയുടെ ഇംപ്രഷൻസ് എന്തൊക്കെയാണ്? എൻ്റെ ഒരു ഓർഗാനിക് കംഫർട്ട് സോൺ സ്റ്റേറ്റ് പൊളിറ്റിക്സ് ആണ്, ടു ബി വെരി ഫ്രാങ്ക് വിത്ത് യു. ഞാൻ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാവാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരാളല്ല. MP ആവുന്നതിനെ സംബന്ധിച്ച് ആലോചിച്ചിട്ടോ ആഗ്രഹിച്ചിട്ടോ ഇല്ലാത്ത ഒരാളാണ്. കംപ്ലീറ്റ്ലി അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ട്രാൻസ്ഫർ ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്.
അതുകൊണ്ട് തന്നെ ഓർഗാനിക്കലി എൻ്റെ ഒരു കംഫർട്ട് സോൺ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ സ്റ്റേറ്റ് പൊളിറ്റിക്സ് ആണെന്ന് ഇപ്പോഴും പറയും. പിന്നെ ദേശീയ രാഷ്ട്രീയം അതൊരു വലിയ ക്യാൻവാസാണ്. പാർലമെൻറ്റിൽ പ്രത്യേകിച്ച് ഇപ്പം കഴിഞ്ഞ 2 ടേമിൽ പാർലമെൻറ്റിലെ അവസ്ഥയൊക്കെ ഇപ്പോഴത്തെ MP-മാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. വെരി ലെസ് നമ്പർ, കോണേഡായിട്ടുള്ളൊരവസ്ഥയിൽ നിന്ന് പിന്നെ പലപ്പോഴും ഇപ്പുറത്തെ ശബ്ദം കേൾക്കുക പോലും ചെയ്യാതിരുന്നൊരവസ്ഥയിൽ നിന്ന് ഇപ്പം നിങ്ങൾ എഗ്രി ഓർ ഡിസഗ്രി പാർലമെൻറ്റിനകത്ത് ഏറ്റവും കൂടുതൽ അറ്റൻഷൻ രാഹുൽ ഗാന്ധിക്കാണെന്നുള്ള കാര്യത്തിന് സംശയമില്ല. വെനെവർ ഹീ സ്പീക്സ്, ഇപ്പം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ PM-ൻ്റെയൊക്കെ സ്പീച്ചായിരുന്നു പാർലമെൻറ്റ് ബിസിനസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിസ്കഷൻ. നിങ്ങളിപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിങ്ങൾ വിലയിരുത്തിക്കോ. പാർലമെൻറ്റിൻ്റെ ഇപ്പം കഴിഞ്ഞ സെഷനിൽ, കഴിഞ്ഞ 1.5 വർഷക്കാലത്തെ സെഷനിൽ പാർലമെൻറ്റിനകത്തും പുറത്തും ഒരു സ്പീച്ചാണെങ്കിലും ഒരു നിലപാടാണെങ്കിലും അത് ചർച്ചയാവുന്നതും അല്ലെങ്കിൽ അതിന് അനുകൂലിച്ചും എതിർത്തും ആളുകൾ സംസാരിക്കുന്നതും പാർലമെൻറ്റിൻ്റെ ഒരു കോണ്ടൻറ്റ് വൈസ് പാർലമെൻറ്റിൻ്റെ ഒരു പോയിൻ്റ് ഓഫ് അട്രാക്ഷൻ പലപ്പോഴും രാഹുൽ ഗാന്ധി സംസാരിക്കുന്ന നിമിഷങ്ങളാണ്. അപ്പം ഇന്ത്യ മുന്നണി കുറച്ചും കൂടെ സ്ട്രെങ്തായി വന്നു. ഒരു ഈക്വൽ ഫോഴ്സ് ഗവൺമെൻറ്റിൻ്റെ ചെയ്തികളെ ചോദ്യം ചെയ്യാൻ ഇപ്പുറത്തുണ്ട്. അപ്പോൾ പക്ഷേ ഇൻസ്റ്റിറ്റ്യൂഷണൽ കില്ലിങ്ങിന് പാർലമെൻറ്റിനകത്ത് പോലുള്ള ശ്രമം നടക്കുകയാണ്. ഇപ്പം പ്രതിപക്ഷ നേതാവ് ഇല്ലാതിരുന്ന ഒരു കാലത്ത് നിഷേധിക്കപ്പെട്ടിരുന്ന അവസരങ്ങൾക്ക് അങ്ങനെ ഒരു കാരണം ജസ്റ്റിഫിക്കേഷൻ പറയായിരുന്നു. ഇപ്പോൾ ലീഡർ ഓഫ് ഒപ്പോസിഷൻ പാർലമെൻറ്റിനകത്ത് എഴുന്നേറ്റുന്ന ഒരു ഇഷ്യൂവിനകത്ത് സംസാരിക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കും സ്പീക്കർ ഉൾപ്പെടെയുള്ള ആളുകൾ തീർത്തും ഭരണപക്ഷത്തിൻ്റെ ഇൻട്രസ്റ്റിനനുസരിച്ച് മാത്രം പെരുമാറി സഭ ചിലപ്പം കോൾ ഓഫ് ചെയ്തിട്ട് പോകുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പുറത്തുനിന്നൊരു കാര്യം പറഞ്ഞ് അതിന് റിപ്ലൈ. ഇപ്പോൾ LOP ഒക്കെ സാധാരണ ചട്ടങ്ങളും ബിസിനസ്സും പ്രീസിഡൻസും ഒക്കെ ഉള്ളൊരു പാർലമെൻറ്റിൽ എപ്പോഴും രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനൊക്കെ സംസാരിക്കാൻ ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ റേസ് ചെയ്യാനൊക്കെ എല്ലാ ചട്ടങ്ങൾക്കും അപ്പുറത്ത് ചില പ്രീസിഡൻസ് ഉണ്ട്. അപ്പോൾ അതൊന്നും ഫോളോ ചെയ്യാതെ ഇദ്ദേഹം സംസാരിക്കുന്നതിനെ ഭയപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പം നാഷണൽ പൊളിറ്റിക്സ് ഈ സൂചിപ്പിച്ചതുപോലെ ഇപ്പം അതിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണലി എങ്ങനെ ഇന്ത്യയെ ഈ പറയുന്ന RSS BJP അജണ്ട തകർക്കുന്നു എന്നുള്ളത് പാർലമെൻറ്റിനകത്തുനിന്നും പുറത്തു നിന്നും കൃത്യമായി കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ ഫൈറ്റ് ചെയ്യാൻ നമ്മൾ എന്തൊക്കെ പിന്നെ പറഞ്ഞാലും രാഹുൽ ഗാന്ധി എന്നൊരാളുടെ പ്രസൻസ് അത് എത്രത്തോളം ഇന്നവിറ്റബിളാണ് എന്നുള്ളത് അടുത്തു നിന്ന് കാണുക. രാഹുൽ ഗാന്ധിയെക്കുറിച്ചാണ് പറഞ്ഞത്. സത്യത്തിൽ രാഹുൽ ഗാന്ധിക്ക് ചുറ്റും ഇപ്പോഴും ഒരു മിസ്റ്ററി ഉണ്ട് സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം. കാരണം അദ്ദേഹത്തിൻ്റെ അധ്വാനത്തിലോ പോരാട്ടങ്ങളിലോ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളിലോ അതിലൊന്നിലും സംശയമില്ലാത്ത ആളുകൾക്ക് പോലും രാഹുൽ ഗാന്ധിയുടെ ഒരു നേതൃശേഷിയിൽ സംശയമുണ്ട്. സംശയം പലരും പ്രകടിപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷെ രാഹുൽ ഗാന്ധി വ്യത്യസ്തനായ രാഷ്ട്രീയക്കാരനായിരിക്കാം. പക്ഷേ ഷാഫി ഡൽഹിയിൽ ആയതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയെ അടുത്ത് കാണുന്ന ആളാണ്. ഈ രാഹുൽ ഗാന്ധി എങ്ങനെയുള്ളൊരു മനുഷ്യനാണ്, എങ്ങനെയുള്ളൊരു നേതാവാണ്? സണ്ണി ചേട്ടാ, നമ്മളിപ്പം പിന്നെ ഒരാളെ ഇപ്പം ദൂരെ നിന്ന് നോക്കുമ്പോൾ നമുക്കൊരാളോട് തോന്നുന്നൊരു അട്രാക്ഷൻ, ദൂരെ നിന്ന് നോക്കുമ്പം ഒരാളോട് നമുക്ക് തോന്നുന്ന ഒരിഷ്ടം ചില ഘട്ടങ്ങളിലൊക്കെ അടുക്കുമ്പം അത് ചിലപ്പം കുറയാറുണ്ട്. ചിലപ്പോൾ അതിപ്പം നമുക്ക് ഇഷ്ടം ചിലപ്പം നിലനിൽക്കും, ചിലപ്പം നമ്മുടെ റെസ്പെക്റ്റ് ചിലപ്പം കുറഞ്ഞു എന്ന് വരും. ചിലപ്പം പുറത്ത് സംസാരിക്കുന്നതും അകത്ത് പറയുന്ന കാര്യങ്ങളും തമ്മിലുള്ള അന്തരം ചിലപ്പോൾ നമുക്ക് അനുഭവപ്പെട്ടെന്ന് വരും. ബട്ട് ഈച്ച് ആൻഡ് എവറി ടൈം യു ഗെറ്റ് ക്ലോസ് ടു രാഹുൽ ഗാന്ധിയോട് എപ്പോൾ നിങ്ങൾ അടുത്ത് സംസാരിച്ചാലും അദ്ദേഹം പുറത്ത് സംസാരിക്കുന്നതിൻ്റെ പോലെ അല്ലെങ്കിൽ അദ്ദേഹം പുറത്തെടുക്കുന്ന നിലപാട് പോലെ 100% ജെനുവിനായിട്ടുള്ള ഒരു ലീഡറെ നിങ്ങൾക്ക് അടുത്തുനിന്ന് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. അദ്ദേഹം അത് തന്നെയാണ്. രാഹുൽ ഗാന്ധിയുടെ ജെനുവിനിറ്റി അത് പ്രൂവ് ചെയ്യപ്പെടുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പം ഞാൻ പറഞ്ഞ അദ്ദേഹത്തിന് ഇപ്പം ചേട്ടൻ സൂചിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ പോരാട്ടങ്ങളെ സംബന്ധിച്ചൊക്കെ അല്ലെങ്കിൽ ലീഡർഷിപ്പിനെ നേതൃശേഷിയെ സംബന്ധിച്ച് ആ നേതൃശേഷി ഇല്ലായിരുന്നെങ്കിൽ ഉണ്ടാകുന്ന അപകടങ്ങളെ സംബന്ധിച്ച് ആലോചിക്കുമ്പോഴാണ് ആ നേതൃശേഷിയുടെ ഒരു പ്രസൻസിൻ്റെ ഒരു വലിയ സൗകര്യം രാജ്യത്തെ ഡെമോക്രസിയും രാജ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷനും സെക്യുലറിസവും അതങ്ങനെ നിലനിൽക്കുന്നു എന്നുള്ളത് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നു. അദ്ദേഹം അല്ലാതെ ആരാണ് ഇത്ര ബോൾഡായിട്ട് ഐഡിയോളജിക്കലി RSSൻ്റെയും സംഘപരിവാറിൻ്റെയും അജണ്ടകൾക്ക് വിധേയനാവാൻ കഴിയില്ല എന്നുള്ളത് ഇങ്ങനെ RSSനെതിരേക്കായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നാഷണൽ സ്റ്റേജിൽ ഇങ്ങനെ ഒരു ക്യാൻവാസിൽ നിന്ന് സംസാരിക്കാൻ ധൈര്യം കാണിച്ചിട്ടുള്ളത് ആരാണ്? 5 ദിവസം കൊണ്ട് 52 മണിക്കൂർ അവരുടെ സെൻട്രൽ ഏജൻസീസിൻ്റെ ഈ ചോദ്യം ചെയ്യലെന്ന വേട്ടയാടലിന് ഇരുന്ന് കൊടുക്കേണ്ടി വരുമ്പോഴും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പോലും ഏതെങ്കിലും ഒരു സാഹചര്യത്തിലും പിന്നെ ഒരു മോദി സ്തുതിയോ ഒരു RSS പ്രൈസോ ഒരു കാരണവശാലും ഇൻ എനി സിറ്റുവേഷൻ എനി കണ്ടീഷൻ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാതിരിക്കാനുള്ളൊരു ബോൾഡ്നെസ് വേറെ ആർക്കാ ഉള്ളത്?
ഇനി ഒരു വിഷനെ സംബന്ധിച്ച് ഇപ്പം നമ്മൾ പറയാണ്, ഇപ്പം ലാൻഡ് ബില്ലിനെ സംബന്ധിച്ച്, GSTയെ സംബന്ധിച്ച്, അഗ്നിവീറിനെ സംബന്ധിച്ച്, പിന്നെ നമ്മുടെ ഒരുപാട് കാര്യങ്ങളിൽ ഇപ്പം ഉന്നാവോലും കത്വയിലും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ദളിറ്റ്സിനെ സംബന്ധിച്ച്, മൈനോറിറ്റീസിനെ സംബന്ധിച്ച്, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കഴിഞ്ഞ ബീഹാർ ഇലക്ഷനിൽ പോലും ഏതാണ്ട് 25 ലക്ഷം മുസ്ലിം വോട്ടുകൾ നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. കോടതി പോലും ചോദിച്ചിട്ട് കൊടുക്കാത്ത കണക്കുകൾ അവിടെ നിൽക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത്, രാഹുൽ ഗാന്ധി എന്നൊരു ഇൻഡിവിജ്വലും കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് വെക്കുന്ന ഫൈറ്റ് മൈനസ് ദാറ്റ് എന്തായിരുന്നു ഇന്ത്യ രാജ്യത്ത് അതിനെതിരായിട്ടുള്ളൊരു എതിർ ശബ്ദം? അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃശേഷിക്കുറവ് നിങ്ങൾ എലക്ഷൻ ജയ തോൽവിയുടെ മാത്രം കാര്യത്തിൽ അതിനെ അളക്കരുത്. എലക്ഷൻ പോലും, ഇലക്ഷൻ കമ്മീഷൻ പോലും ഒരു ഫ്രണ്ടൽ ഓർഗനൈസേഷനെ പോലെ പെരുമാറുകയല്ലേ. ഇത്രയും വാലിഡ് ആയിട്ടുള്ള എവിഡൻസ് അത് പുറത്തു കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഒന്നും വേണ്ട. ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ, ഞാൻ ഈ കാര്യത്തിൽ 2 മിനിറ്റ് അധികം എടുക്കും, എനിക്കത് പറയാതിരിക്കാൻ കഴിയും. ബീഹാർ തെരഞ്ഞെടുപ്പിൽ ആദ്യത്തെ പോളിങ്ങിൻ്റെ 6 ദിവസം മുമ്പ് 10,000 rupees ഈച്ച് അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കാൻ ഇലക്ഷൻ കമ്മീഷൻ അനുമതി കൊടുക്കുക. 2ാം ഘട്ടം പോളിങ്ങിൻ്റെ മുമ്പ് 10,000 അഗെയിൻ ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ 4 ദിവസം മുമ്പ് സെക്കൻഡ് ഫേസ് പോളിങ്ങിന് മുമ്പ് ഇട്ട് കൊടുക്കാൻ അനുമതി കൊടുക്കുക. അവിടത്തേക്ക് ഒരു കുടുംബത്തിൻ്റെ ശരാശരി ഇൻകം എത്രയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പണ്ട് ജയലളിത 2004 ഇത് കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ള ഒരു ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടായിരുന്നു. 23 തന്നെ തെലങ്കാനയിലോ അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിലോ ഇത്തരം ശ്രമങ്ങൾ നടന്നപ്പോൾ അതിനെ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ള ഒരു ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഗവൺമെൻറ് മണി മുഴുവൻ ഒരു പാർട്ടിയുടെ അധികാര തുടർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിന് പരിപൂർണമായ സമ്മതം കൊടുക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ. ഞാൻ TN ശേഷൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ട്. ഐ ആം നോട്ട് ദ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ഐ ആം ദ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് അദ്ദേഹം പറയുന്ന ഒരു മറുപടി ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അല്ല, ഇത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് BJP ആണ്. അത്ര വൺ സൈഡഡായി പാർഷ്യലായി ഇലക്ഷൻ കമ്മീഷൻ പോലും നിൽക്കുമ്പോൾ, വോട്ട് ചോരിക്ക് ഇത്രയും വലിയ എവിഡൻസ് ഉണ്ടാകുമ്പോൾ, SIR ഇലക്ഷൻ്റെ തൊട്ട് മുമ്പ് നടപ്പിലാക്കുന്നതിനെതിരെ കോടതിയിലൊരു ഫൈറ്റ്, ലീഗൽ ബാറ്റിൽ പുട്ടപ്പ് ചെയ്യുമ്പോൾ കോടതി പോലും അതിനകത്തൊരു തീരുമാനം ഇലക്ഷൻ കഴിയുന്നത് വരെയും എടുക്കാതിരിക്കുന്ന തരത്തിൽ സിസ്റ്റം മുഴുവൻ ഇൻഫ്ലുവൻസ്ഡായി, വൺ സൈഡഡായി, മീഡിയ മുഴുവൻ കോർപ്പറേറ്റുകൾ വാങ്ങിക്കൂട്ടി അവരുടെ അജണ്ടകൾക്കനുസരിച്ച് നാഷണൽ മീഡിയ മുഴുവൻ ഒരു പ്രോ ഗവൺമെൻറ് വർക്കിനപ്പുറത്തേക്ക് ഒരു ഒപ്പോസിഷൻ റോളും മീഡിയ ഒരു കാലത്തും ഇല്ലാത്ത തരത്തിൽ എടുക്കാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോഴും വൺ ഹാസ് ടു ബി റിയലി ബോൾഡ് ടു സ്റ്റാൻഡ് അപ്പ് അഗെയിൻസ്റ്റ് ഓൾ ദീസ് സിസ്റ്റംസ്. ഇതിനെതിരായി എഴുന്നേറ്റ് നിന്ന് ഇപ്പോഴും ഇന്ത്യ രാജ്യത്ത് ഒരു എതിർ ശബ്ദമെങ്കിലും ഉണ്ടെന്ന് ഉറപ്പുവരുത്തുന്നത് രാഹുൽ ഗാന്ധിയുടെ നേതൃശേഷിയാണ്. അതില്ലായിരുന്നെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി ഇപ്പം നമ്മൾ അനുഭവിക്കുന്നതിനേക്കാളും കംപ്ലീറ്റ്ലി ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള ഒരു ഏകശില വിഗ്രഹം, RSSൻ്റെ അജണ്ടകളും അതും മാത്രമായിട്ട് ഇന്ത്യ മാറിപ്പോവായിരുന്നു. ഇപ്പം അതിന്നും പൂർണ്ണമായിട്ട് മുക്തമാണെന്നല്ല, പക്ഷെ ആ ശ്രമങ്ങളെ ഇപ്പോഴും തടയാനൊരു ശബ്ദം ഇന്ത്യയിലുള്ളത് രാഹുൽ ഗാന്ധിയുടെയാണ്. അപ്പോൾ അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ നേതൃശേഷി. അതും കൂടെ ഇല്ലായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു എന്നുള്ളത് ആലോചിക്കുമ്പോൾ ഭയമുണ്ട്. അതേസമയം തന്നെ കോൺഗ്രസ് തന്നെ പറയുന്നു, വ്യവസ്ഥാപിതമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളെയും ഇപ്പോൾ കേന്ദ്ര ഭരണകൂടം തകർക്കുന്നു എന്ന് പറയുന്നു. ഇലക്ഷൻ കമ്മീഷന് വിശ്വാസ്യതയില്ല, ഇലക്ഷൻ കമ്മീഷൻ കൃത്രിമം കാണിക്കുന്നു, ജുഡീഷ്യറിയും മാധ്യമങ്ങളും അടക്കമുള്ള സ്ഥാപനങ്ങളിൽ സംശയം ഉന്നയിക്കുന്നു. എന്താണ് കോൺഗ്രസ്സിന് മുന്നോട്ടൊരു വഴി? ഈ നിങ്ങൾക്ക് വിശ്വാസമില്ലാത്ത, കോൺഗ്രസ് പാർട്ടിക്ക് വിശ്വാസമില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന ഇലക്ഷനിൽ മത്സരിക്കുക എന്നുള്ളതല്ലാതെ എന്താണ് അത്? കോൺഗ്രസ് കുറച്ച് അങ്ങനെ മുന്നോട്ട് ചിന്തിച്ചാൽ എന്താണ് ഇതിന് പോം വഴി? ജനാധിപത്യ സമ്പ്രദായത്തിൽ എങ്ങനെയാണ് നിങ്ങളത് പരിഹരിക്കാൻ ശ്രമിക്കുന്നത്? ജനങ്ങളല്ലാതെ മറ്റൊരു പോം വഴി അതിനകത്തില്ല. അതങ്ങനെ ഒരു റിട്ടേൺ ആൻസർ അക്കാര്യത്തിന് എവിടെയില്ല. ജനങ്ങളല്ലാതെ മറ്റൊരു പോം വഴി അതിനകത്തേക്കില്ല. ആ ജനങ്ങളുടെ ഇടയിലേക്ക് പരമാവധി കാര്യങ്ങൾ എത്തിക്കാനുള്ള വലിയ ശ്രമം തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ തുടരുന്നത്. ഞങ്ങളത് ഉപേക്ഷിച്ചിട്ടില്ല. വി ആർ സ്റ്റിൽ ഓൺ ദാറ്റ് പാത്ത്. അതുമാത്രമല്ല, ഇപ്പം രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞ, ഇപ്പം നമ്മുടെ ജെൻസി, പുതിയ കാലത്തെ ചെറുപ്പക്കാരുൾപ്പെടെയുള്ള ആളുകൾ, അവർ ഇതൊരു പാർട്ടിയുടെ ജയത്തിൻ്റെയും തോൽവിയുടെയും മാത്രം കാര്യമാണോ? ഇപ്പം വേറെ ഏതെങ്കിലും ഒരു പോളിസി മാറ്ററിൽ നമുക്ക് യോജിക്കാം, വിയോജിക്കാം, നമുക്കതിനകത്ത് വിമർശിക്കാം, അല്ലെങ്കിൽ പരിഹസിക്കാം, കളിയാക്കാം, പരാജയപ്പെടുത്താം, വിജയിപ്പിക്കാം, അതൊക്കെ ചെയ്യാം. ബട്ട് ഇതൊരു നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അതാ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. ഇതിപ്പോൾ ആര് ജയിക്കുന്നു തോക്കുന്നു എന്നുള്ളതല്ല. ജനങ്ങളുടെ ഇംഗിതങ്ങൾക്കും അപ്പുറത്തേക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ കാര്യങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസിലേക്കാണ് ഇന്ത്യൻ ഡെമോക്രസിയെ സംബന്ധിച്ച് ലീഡ് ചെയ്യുക. അപ്പോൾ അതിന് ജനങ്ങളല്ലാതെ മറ്റൊരു പോം വഴിയില്ല. കോൺഗ്രസ് ഇതിപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ പലരും ചോദിച്ചു ലീഗൽ ബാറ്റിലേക്ക്. ഇപ്പോൾ SIR ഈ ഇലക്ഷന് തൊട്ടടുപ്പിച്ച് SIR നടപ്പിലാക്കരുതെന്ന് ലീഗൽ ബാറ്റിൽ ഞങ്ങൾ പുട്ടപ്പ് ചെയ്തു. ഒഴിവാക്കിയ ആളുകളുടെ ലിസ്റ്റ്
കോടതി ചോദിച്ചിട്ട് പോലും കൊടുക്കാത്തൊരു സംവിധാനം ഈ നാട്ടിൽ നിലനിൽക്കുക. ഒരു സ്കാൻ റീഡബിൾ ആയിട്ടുള്ള ഒരു ഫോട്ടോ സ്റ്റാറ്റ് പോലും കൊടുക്കാൻ ഇലക്ഷൻ കമ്മീഷൻ മടിക്കുക. CCTV ദൃശ്യങ്ങൾ പബ്ലിക്കിന് വിവരാവകാശ പ്രകാരം കൊടുക്കാൻ പാടില്ലെന്ന് പറയാം. 45 ദിവസം കൊണ്ട് അത് നശിപ്പിച്ചേക്കണം എന്നുള്ള നിർദ്ദേശങ്ങൾ വരിക. വോട്ടർ പട്ടികയിലേക്ക് ബീഹാറിലും ഡൽഹിയിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിലൊക്കെ വോട്ട് ചെയ്ത ആളുകൾ അവിടെ വോട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ട് തൊട്ടപ്പുറത്ത് ബീഹാർ ഇലക്ഷൻ വന്നിട്ട് വോട്ട് ചെയ്ത് അവർ തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതിൻ്റെ എക്സാമ്പിൾസ് അതെടുത്ത് കൊടുക്കുക. ഇതൊക്കെ ചെയ്യുമ്പോഴും ഇൻസ്റ്റിറ്റ്യൂഷൻ ഈ കില്ലിങ്ങിന്, ഇലക്ഷൻ കമ്മീഷൻ ഈ കില്ലിങ്ങിന് നേതൃത്വം നൽകുക. അപ്പം നമ്മുടെ മുമ്പിൽ ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ മാത്രം അവിടെ ചോദ്യത്തിൽ തന്നെ കോൺഗ്രസിൻ്റെ വഴി മാത്രമല്ല തേടേണ്ടത്, ഇന്ത്യയുടെ വഴി എന്താണെന്നുള്ളതാണ്. ആ ഇന്ത്യയുടെ വഴി ജനങ്ങൾ ഇതിനെതിരെ അവെയർ ആവുക. പുതിയ ജനറേഷൻ, ഇപ്പോൾ ജെൻസി ഇത്തരം കാര്യങ്ങളിൽ ബോൾഡായി സ്റ്റാൻഡ് ഉള്ളവർ ആ ഏജ് ഗ്രൂപ്പിലുണ്ട്. അവരെപ്പോലുള്ള ആളുകൾ രംഗത്ത് വരിക. നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ സോഴ്സസിനെ, മീഡിയ അങ്ങനെയാണെങ്കിലും മീഡിയംസിനെ അതിനെ മാക്സിമം ഉപയോഗിക്കുക. അപ്പം ജനങ്ങളാണ് അതിൻ്റെ മുമ്പിലുള്ള ഏക വഴി. അതിലേക്കുള്ള ഒരു ഫൈറ്റ് തന്നെയാണ് രാഹുൽ ഗാന്ധിയും നമ്മളൊക്കെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ജനങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെടുന്നുണ്ടോ? ഇതെല്ലാം പറയുമ്പോഴും ഇപ്പോൾ ബീഹാർ നമ്മൾ കേരളത്തിൽ നിന്ന് വായിക്കുമ്പോൾ കാണുമ്പോൾ ബീഹാറിലൊരു വലിയ ഒരു എത്രയോ വർഷം ഭരിച്ച നിതീഷ് സർക്കാരിനെതിരെ ജനവിരുദ്ധ വികാരം, രാഹുൽ ഗാന്ധിയുടെ യാത്ര, തേജസ്വി യാദവിൻ്റെ ആൾക്കൂട്ടങ്ങൾ, ഇതിനെല്ലാം അപ്പുറത്ത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെടുന്നുണ്ടോ? കോൺഗ്രസിന് അങ്ങനെ കഴിയാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഞങ്ങൾ ആശങ്കപ്പെടുന്നത് എത്തിയ ജനങ്ങളെ ഈ സിസ്റ്റം പുറത്താക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇതിനെ കൺസീവ് ചെയ്തിട്ടുള്ള ജനങ്ങളുണ്ട്, ഇതിനെ കൺസീവ് ചെയ്യുന്ന ഗ്രൂപ്പുകളുണ്ട്. അവരെ ഡിസിഷൻ മേക്കിങ്ങിൽ നിന്ന് ഇവർ ഓർഗനൈസ് ചെയ്തിട്ട് അവരെ പുറത്താക്കുന്നു. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു 47 ലക്ഷം വോട്ടുകൾ ഒരു സ്റ്റേറ്റിൽ റിമൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ നമ്പറിൻ്റെ ഒരു ഭയപ്പെടുത്തുന്ന ആ നമ്പർ നമുക്ക് എത്രത്തോളം കമ്മ്യൂണിക്കേറ്റ് ആവുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിന് സെലക്റ്റീവായി പോകുന്നത് ഇപ്പം മൈനോറിറ്റീസ്, ദളിറ്റ്സ്, ഈ 47 ലക്ഷത്തിൻ്റെ ഒരു 75% എന്ന് പറയുന്നതും ഇതിലേക്ക് പൂളിൻ ചെയ്യാൻ നേരത്തിൽ മൈനോറിറ്റി, OBC, ദളിത് ഉൾപ്പെടെയുള്ള കാറ്റഗറീസാണ്. അപ്പം അങ്ങനെ റെസ്പോണ്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളെ ഇപ്പോൾ ജനങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ആയടത്ത് ആ കമ്മ്യൂണിക്കേറ്റ് ആയ ജനം ഇപ്പം പലരും മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഇലക്ഷൻ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തവർ ലൈവായി നമ്മുടെ മുമ്പിൽ വന്ന് സംസാരിക്കുന്നത് നമ്മൾ കേട്ടു, നമ്മൾ കണ്ടു. ഒരു കറക്ഷനും ഉണ്ടാവുന്നില്ല. അപ്പം ജനങ്ങളിലേക്ക് ഇത് കമ്മ്യൂണിക്കേറ്റ് ആവുന്നുണ്ടോ എന്ന ആശങ്കയേക്കാൾ ഞങ്ങളെ ഭയപ്പെടുത്തുന്നത് കമ്മ്യൂണിക്കേറ്റ് ആവുന്ന ജനങ്ങളൊക്കെ സിസ്റ്റത്തിൽ നിന്ന് പുറത്തു പോകണമെന്നുള്ളത് ഇവിടുന്ന് സംഘടിതമായ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള തീരുമാനങ്ങൾ വരുമ്പോൾ അത് നടപ്പിലാക്കാൻ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ നിന്ന് കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ജനങ്ങളല്ലാതെ മറ്റു വഴികൾ നമ്മുടെ മുമ്പിലില്ല. ജെൻസിയെക്കുറിച്ചാണ് തൊട്ടു മുമ്പ് പറഞ്ഞത്. അത് സത്യത്തിൽ രാഹുൽ ഗാന്ധിയും പ്രത്യാശ അർപ്പിക്കുന്ന ഒരു തലമുറയാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ 2029 ജൻ ആൽഫ വോട്ട് ചെയ്യാൻ പോവുകയാണ്. കോൺഗ്രസ് എന്ത് നവീകരണമാണ്, അതിപ്പം കേന്ദ്രത്തിൽ മാത്രമല്ല കേരളത്തിൽ കോൺഗ്രസ് ഇത്രയും 10 വർഷമായിട്ട് പ്രതിപക്ഷത്തിരിക്കുകയാണ്. ഒരു സമരത്തിലെങ്കിലും ഒരു പുതുമ കൊണ്ടുവരാൻ കോൺഗ്രസ്സിന് കഴിയാതെ പോയിട്ടുണ്ടോ? അത് വലിയൊരു യുവമുന്നേറ്റത്തിന് വിധേയമായ പാർട്ടിയാണ് കോൺഗ്രസ് നിങ്ങളുടെയൊക്കെ നേതൃത്വത്തിൽ. പക്ഷേ ഒരു സമര രീതിയിലാകട്ടെ, സമരത്തിൻ്റെ ശൈലിയിലാകട്ടെ, പ്രക്ഷോഭങ്ങളിലാകട്ടെ, എന്ത് പുതുമയാണ് കോൺഗ്രസ്സിന് കൊണ്ടുവരാൻ കഴിയുക? ദേശീയ രാഷ്ട്രീയത്തിലായാലും ഇവിടെയാണെങ്കിലും. ഡെക്കേഡ്സ് നീണ്ടു നിന്നൊരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ സെഞ്ചുറീസ് നീണ്ടു നിന്നൊരു മൂവ്മെൻറ്റ്, അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഫോം വന്നു, അതിന് ഡെക്കേഡ്സ് നീണ്ടു നിന്നു, അത് അധികാരത്തിലുണ്ടായി. സ്വാഭാവികമായിട്ടും ചില വേർ ആൻഡ് ടയർ അതിനുണ്ടായിട്ടുണ്ട് എന്നുള്ളത് നിഷേധിക്കാൻ കഴിയില്ല. അപ്പോൾ ആ വേർ ആൻഡ് ടയർ ഓവർനൈറ്റ് അത് ശരിയാക്കാൻ കഴിയാവുന്ന കാര്യമല്ല. സീരിയസ് ആയിട്ടുള്ള എഫേർട്സ് വേണം. ആ കാര്യങ്ങളിൽ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്സ് ഞങ്ങൾ എടുത്തു എന്നുള്ളൊരു അവകാശവാദം ഞങ്ങൾക്ക് മുന്നോട്ട് വെക്കാനും കഴിയില്ല. അപ്പോൾ ഇമ്മീഡിയറ്റായിട്ട് ഞങ്ങളുടെ മുമ്പിൽ വന്ന ടാസ്കും ചലഞ്ചസും അഡ്മിനിസ്ട്രേഷൻ റേസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ അതിനെ ഡേ ടു ഡേ ബേസിസിൽ അതിനെ ഫൈറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. ചില ഷിഫ്റ്റിംഗ് സൈഡ്സ്, പണ്ടൊക്കെ ആയാറാം കയ്യാറാം എന്ന് പറഞ്ഞതിനെ ഇപ്പം ഭയങ്കരമായിട്ട് ചാണക്യതന്ത്രമായി വിശേഷിപ്പിക്കപ്പെടുന്ന തരത്തിലുള്ള റിപ്പോർട്ടിംഗ് ഒക്കെ നടക്കുന്ന ഭയങ്കരമായിട്ടുള്ള പവർ ഉപയോഗിച്ച് ഒന്നല്ലെങ്കിൽ ഓഫേഴ്സും അതല്ലെങ്കിൽ ഭീഷണിയൊക്കെ ആയിട്ടുള്ള ഷിഫ്റ്റിംഗ് സൈഡ്സ് ഉൾപ്പെടെയുള്ള വലിയ വെല്ലുവിളികളെ ഞങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ബട്ട് ദെൻ 2014ലെയും 2019ലെയും തെരഞ്ഞെടുപ്പിൽ നിന്ന് വി ഹാവ് ഇംപ്രൂവ്ഡ് എ ലോട്ട് വെൻ ഇറ്റ് കെയിം ടു 24. ഔദ്യോഗികമായൊരു പ്രതിപക്ഷ നേതൃ പദവി പോലും പാർലമെൻറ്റിനകത്ത് അവകാശപ്പെടാൻ കഴിയാത്ത തലത്തിൽ നിന്ന്
ഞങ്ങൾ 100 എന്ന പിന്നെ ഒരു ഇൻ ബിറ്റ്വീൻ ഉള്ള ഒരു മാജിക് നമ്പറിലേക്കെങ്കിലും ഞങ്ങൾ എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക്, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി ആസ് എ ബ്ലോക്ക് നിയർലി ഹാഫ് ഓഫ് ദ പാർലമെൻറ്റ്, ഫുള്ളെന്ന് പറയാൻ കഴിയില്ലെങ്കിലും നിയർലി ഹാഫ് ഓഫ് ദ പാർലമെൻറ്റിലേക്ക് എത്തുന്ന തരത്തിലേക്ക് വരാൻ കഴിയും. അപ്പോൾ ആ ഇലക്ഷനിൽ ഈ റിഗിങ് കൂടെ നടന്നിട്ടില്ലായിരുന്നെങ്കിൽ പിക്ചർ വുഡ് ഹാവ് ബീൻ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. ഇപ്പോൾ 24 നമ്മൾ ആലോചിക്കുക, ഈ ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ കൊണ്ടുവന്ന മുഴുവൻ സർവേകളിലും ഈ 400 പാറിൻ്റെ പ്രചണ്ഡമായ പ്രചരണം അതാണ് ഇലക്ഷൻ്റെ ആദ്യഘട്ടത്തിൽ മുഴുവൻ നടന്നത്. പക്ഷെ അതിൽ നിന്ന് BJPക്ക് ഒറ്റയ്ക്ക് ഭരിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് അതിനെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും കോൺഗ്രസ് രാജ്യത്ത് നയിച്ചൊരു മൂവ്മെൻറ്റിൻ്റെ ഭാഗം തന്നെയാണ്. പിന്നെ ജെൻ സി, ജെൻ ആൽഫ, അത് തീർച്ചയായിട്ടും അതൊരു കൺസേൺ തന്നെയാണ്. അതിനെയും ഇന്ത്യ രാജ്യത്ത് ആദ്യമായിട്ട് അഡ്രസ്സ് ചെയ്യുന്ന പൊളിറ്റിക്കൽ ലീഡറും രാഹുൽ ഗാന്ധി തന്നെയാണ്. ഇപ്പം അദ്ദേഹത്തിനും ആ കാര്യത്തിൽ ആ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ, ആ ക്രൗഡിൻ്റെ ഇടയിൽ അദ്ദേഹത്തിൻ്റെ അക്സെപ്റ്റൻസ് വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക്. ഇപ്പം കഴിഞ്ഞൊരു 2 വർഷത്തിൻ്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ ഇൻസ്റ്റഗ്രാം, ഇപ്പം ഫേസ്ബുക്കിൽ നമ്മളിപ്പോൾ ഉള്ള അമ്മാവന്മാരാണ് കൂടുതലും പിള്ളേർ പറയുന്നത്. അപ്പം പിന്നെ ഇൻസ്റ്റഗ്രാം പിള്ളേർ കുറച്ചും കൂടിയുള്ള ഒരു സ്പേസാണ്. അപ്പോൾ ആ സ്പേസിനകത്ത് ഇപ്പം ഓൾമോസ്റ്റ് 100 മില്യൻ്റെയൊക്കെ ഫോളോവേഴ്സുള്ളൊരു പ്രൈം മിനിസ്റ്ററേക്കാൾ പല സമയത്തും എൻഗേജ്മെൻറ്റ്, ഈ കമ്മ്യൂണിറ്റി ക്രൗഡുമായിട്ടുള്ള എൻഗേജ്മെൻറ്റ് 13 മില്യൺ ഫോളോവേഴ്സ് മാത്രമുള്ള രാഹുൽ ഗാന്ധിക്ക് വരുന്നത്. സോഷ്യൽ മീഡിയ സ്പേസിലും യൂട്യൂബിലും ഒക്കെ അദ്ദേഹത്തിൻ്റെ വ്യൂവർഷിപ്പിനും ഇന്ത്യ രാജ്യത്തെ മറ്റൊരു പൊളിറ്റിക്കൽ ലീഡർക്കും കിട്ടാത്തൊരു വളർച്ച, ടോട്ടൽ നമ്പറിൻ്റെ അക്കൗണ്ടല്ല ഞാൻ പറയുന്നത്, ഈ 1-2 വർഷത്തിൻ്റെ ഉണ്ടായിട്ടുള്ള ഒരു വളർച്ച, ആ വളർച്ച രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാകുന്നത്. ഇപ്പം അതിനകത്ത് ആ ക്രൗഡ് ഈ പറയുന്ന കാറ്റഗറിയിലാണ് അത് ബിലോങ് ചെയ്യുന്നത്. അപ്പം അവർക്കിടയിൽ എനിക്ക് തോന്നുന്നു മറ്റാരേക്കാളും അക്സെപ്റ്റൻസ് ഇപ്പോൾ ഉണ്ടായി വരുന്നത് രാഹുൽ ഗാന്ധിക്കാണ്. അതിൻ്റെ ഡിജിറ്റൽ സ്പേസിലെ ഓർഗാനിക്കായ ബോർഡ്സ് ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന പിന്തുണയല്ല, ഫേക്കായിട്ടുള്ള ഫോളോവേഴ്സിന് വെച്ചിട്ടുള്ള നമ്പർ ഗെയിമും അല്ല, ജെന്യുവിൻ ആയിട്ടുള്ള ഇൻട്രാക്ഷൻസും എൻഗേജ്മെൻറ്റും ഈ ക്രൗഡുമായിട്ട് വരുന്നത് രാഹുൽ ഗാന്ധിക്കാണ്. അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് തന്നെ ആരാ? ഇന്ത്യയിൽ വേറെ ഏത് നേതാവ് അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ തയ്യാറായിട്ട്? ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ ഒന്നും ഇപ്പം ഒരു പ്രസ് കോൺഫറൻസിന് പോലും തയ്യാറല്ലാത്ത തരത്തിൽ ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള ആളുകൾ. അപ്പം ആ കമ്മ്യൂണിറ്റിയുടെ ഇടയിലും ഇദ്ദേഹത്തിൻ്റെ ജെനുവിനിറ്റി പ്രൂവ് ചെയ്യപ്പെടും. ഞങ്ങളുടെ കോഴ്സ് അവർ തിരിച്ചറിയും. ദേ വിൽ സ്റ്റെപ്പ് ഇൻ. ഈ ജനറേഷൻ ജെൻ സി ആണെങ്കിലും അടുത്ത തവണ വോട്ട് ചെയ്യാൻ പോകുന്ന ആൽഫയാണെങ്കിലും ബൈ ആൻഡ് ലാർജ് അവർ തിരിച്ചറിയും ഈ പറയുന്ന ജാതിയും മതവും ഡിവിഷനും എല്ലാം അപ്പുറത്തേക്ക്. ഒരു പ്രൈം മിനിസ്റ്റർ കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് നടത്തിയ പ്രസംഗങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ആളുകളെ സെലക്ട് ചെയ്യുമ്പോൾ ജാതി നോക്കും, മതം നോക്കും തുടങ്ങിയിട്ടുള്ള അതൊക്കെ ഈ ജനറേഷൻ തിരിച്ചറിയും. ഈ പറഞ്ഞ 2 കാറ്റഗറി അവരുടെ വിങ്സ്, അവരുടെ ചിറകുകൾ ഞങ്ങൾക്ക് കരുത്തായി മാറും. ഞാൻ കേരളത്തിലേക്ക് വരാം. കേരളത്തിൽ സത്യത്തിൽ ആൻ്റണി ഉമ്മൻചാണ്ടി അല്ലെങ്കിൽ വയലാർ രവി ആ കാലത്തുണ്ടായതുപോലെ ഒരു യുവ വിദ്യാർത്ഥി മുന്നേറ്റം ഉണ്ടാക്കാൻ ഏറെക്കുറെയെങ്കിലും കഴിഞ്ഞ ഒരു തലമുറയാണ് നിങ്ങളുടേത്. എന്നൊരു കൗതുകം ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ ഒരു സവിശേഷത, ഷാഫി അടക്കം എല്ലാവരും നന്നായി വസ്ത്രം ധരിക്കുന്നവരാണ്. പക്ഷേ ആ വസ്ത്രം ഒരു സ്റ്റൈൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നതിനപ്പുറം ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആകുക എന്ന് പറയുന്ന ഒന്നുകൂടിയുണ്ട്. ഇപ്പോൾ മഹാത്മാഗാന്ധി മുതൽ ഒരുപക്ഷെ കേജ്രിവാളാകട്ടെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പോലും അവസാനം ടീഷർട്ട് മൂവ്മെൻറ്റ്. അപ്പോൾ ഇതൊരു പൊളിറ്റിക്കൽ കൾച്ചറിൻ്റെ ഭാഗം, അല്ലെങ്കിൽ നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പൊളിറ്റിക്സിൻ്റെ ഭാഗമായി ചില രാഷ്ട്രീയ ശരികളുടെ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ നിങ്ങൾക്ക് കഴിയാറുണ്ടോ? ഇല്ല, അത് ഇൻഡിവിജ്വൽ ചോയ്സസിനെ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ള പൊളിറ്റിക്സാണ് അതിനകത്ത് ഉയർത്തി കാണിക്കുന്നത്. വാട്ട് എവർ യു ആർ വെയറിങ്, അതിൻ്റെ നിങ്ങളുടെ കൺവീനിയൻസ് എന്താണ്, അതിൽ നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്താണ്, അതിനെ കുറച്ച് കൂടെ ഒരു സ്പേസ് കൊടുക്കുന്ന തരത്തിൽ ആ ഇൻഡിവിജ്വൽ ചോയ്സസിനെ റെസ്പെക്റ്റ് ചെയ്യുന്ന പൊളിറ്റിക്സാണ് അതിനകത്ത് ഞങ്ങൾ അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ലൈൻ ഉണ്ടെങ്കിൽ അത് ഉയർത്തി കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഞാൻ ഒരു കാര്യം പറയും, ഇപ്പം ഖദർ ഇടുന്നത് ഒരിക്കലും പിന്നെ ഒരു ചെറിയ കാര്യമായിട്ടോ മോശമായിട്ടുള്ള കാര്യമായിട്ടോ ഞങ്ങൾ വിലയിരുത്തിയിട്ടില്ല. ദാറ്റ് ഈസ് സംതിങ് ഗ്രേറ്റ്. അതിൻ്റെ ഒരു ഗ്രേറ്റ്നെസ് ഉണ്ട്. അപ്പോൾ അതിനോട് ചേർന്ന് നിന്നത് ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്കും അത് തടസ്സമില്ല. നേരെ മറിച്ച് ഒരു ചെറുപ്പക്കാരനൊരു ജീൻസും ടീഷർട്ടും ഇടണം എന്ന് തോന്നിയാൽ ഞാൻ കോൺഗ്രസ്സുകാരനാണ് എന്നുള്ളത് അത് ഇടുന്നതിൻ്റെ തടസ്സമാവുന്നതോ അതല്ലെങ്കിൽ അത് ഇടുന്ന ഒരു കമ്മ്യൂണിറ്റിക്ക് ഈ പറയുന്ന ലീഡേഴ്സുമായിട്ട് കണക്റ്റ് ആവുന്നതിന് തടസ്സമായി മാറുന്നതോ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇതൊക്കെ കുറച്ചും കൂടെ ഇൻഡിവിജ്വൽ ചോയ്സത്തിൻ്റെ, ഇപ്പോൾ ഭക്ഷണത്തിൻ്റെയും വസ്ത്രത്തിൻ്റെയൊക്കെ കാര്യത്തിൽ പിന്നെ കുറച്ചും കൂടെ ഒരു ഇൻഡിവിജ്വൽ ചോയ്സസിനെയാണ് നമ്മൾ അതിനകത്ത് പിന്നെ ഉയർത്തി കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ റെസ്പെക്റ്റ് യുവർ ചോയ്സസ്, ഒരാളുടെ വ്യക്തിപരമായ അത്തരം ചോയ്സസിനെ റെസ്പെക്റ്റ് ചെയ്യുക. പിന്നെ മോർ ദാൻ വാട്ട് യു വെയർ, തിങ്ക് അബൌട്ട് വാട്ട് യു ഡു, വാട്ട് ആർ യു ഡൂയിങ്.
നിങ്ങൾ എന്താ ചെയ്യുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ളത്. അപ്പോൾ ആളുകൾക്ക് ഇഷ്ടമാണ്. പിന്നെ ഇതിൻ്റെ വേറെ ഞാൻ മുമ്പൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളൊരു സാധനം, ഞാൻ എൻ്റെ അനിയനോടൊപ്പം ഞാനൊന്ന് പിന്നെ വിദേശത്ത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അവന് പോയപ്പം നമ്മളിടുന്ന ഇപ്പം മുണ്ടും ഷർട്ടും അല്ലാത്തൊരു ഡ്രസ്സ് എടുക്കണമെന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ ഞാൻ തിരഞ്ഞെടുത്ത എല്ലാ സാധനങ്ങളും മാറ്റി വെച്ചിട്ട് അവൻ പറഞ്ഞ് ഇതൊക്കെ ഔട്ട്ഡേറ്റഡ് ആണ്, ഇക്കാക്ക് ഇതൊന്നും അറിയുന്നില്ലേ, ഇതൊക്കെ ഔട്ട്ഡേറ്റഡ് ആണെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒരു ലൂസ് ഫിറ്റായിട്ടുള്ള ഒരു ടീഷർട്ടും അതുപോലത്തെ ലൂസ് ഫിറ്റായിട്ടുള്ള ഒരു പാൻറ്റും ഒക്കെ ഇട്ട് തന്നിട്ട് കണ്ണാടിന് മുമ്പിൽ പോയിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. ഞാൻ ഇതിൻ്റെ ഒരു ലൈറ്റർ സൈഡ് പറയാം. അപ്പം ഞാൻ ഈ ഫോട്ടോ ഇങ്ങനെ എടുക്കുമ്പോൾ അപ്പോൾ അവൻ ഫോൺ വെച്ചിട്ട് പറഞ്ഞു ഇങ്ങനെയൊന്നും ഇപ്പോൾ ആരും സെൽഫി എടുക്കാറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സെൽഫി എടുക്കുന്നതിനകത്ത് മാറ്റം വരെ അവർ പറയുന്നത്. അപ്പം ഇപ്പം നിങ്ങൾ സെൽഫിയുടെ സ്വഭാവം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സെൽഫി ഇപ്പോൾ ഇങ്ങനെയാണ് കുട്ടികൾ കൂടുതൽ എടുക്കുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞു. നമ്മളിൽ ഏറ്റവും നല്ല സെൽഫിക്കാർ ഇങ്ങനെയായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെയായിരുന്നു. ഇപ്പോൾ ഏറ്റവും നല്ല സെൽഫി പിള്ളേർ ബാക്ക് ക്യാം വെച്ചിട്ട് നമ്മുടെ തല അതിൻ്റെ ഉള്ളിലേക്ക് എത്തി നോക്കാൻ പറയും. എന്നിട്ട് ഈ കയ്യിൻ്റെ ഈ ഭാഗമൊക്കെ അതിനകത്ത് വരും. അപ്പോൾ ഞാൻ ചോദിച്ചാൽ ഇത് എന്ത് ഭംഗിയല്ലേ ഈ കയ്യൊക്കെ അതിനകത്ത് കാണുന്നത്. അപ്പോൾ പറയും നിങ്ങൾക്കത് അറിയാൻ പാടില്ല എന്നിട്ടാണ്, ഇതാണ് ഇപ്പോഴത്തെ സാധനം എന്ന് അവർ പറയും. അപ്പോൾ ഈ സാധനം ഇട്ട് കഴിഞ്ഞിട്ട് ഞാനൊരു സെൽഫി എടുക്കാൻ നോക്കുമ്പോൾ അവൻ്റെ എടുത്തിട്ട് പറഞ്ഞു ഇങ്ങനെയല്ല, കണ്ണാടി മുമ്പിൽ പോയി നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് ഫോൺ എൻ്റെ കൈ വെച്ച് തന്നിട്ട് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ചെസ്റ്റ് ഹൈറ്റിൽ വെച്ചിട്ട് ആ മിററിൽ ഒരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ആ ഫോട്ടോ എടുത്തിട്ട് പിന്നെ ഇത് എന്നോട് പറഞ്ഞു ഇത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞിടാ ചുമ്മാ ഈ കണ്ണാടി മുമ്പിൽ നിന്നിട്ടുള്ള ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ്. അപ്പോൾ പറഞ്ഞു നിങ്ങളൊന്ന് പോസ്റ്റ് ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി നോക്കുമ്പോൾ ഇത് മറ്റേ അതിനകത്ത് ഇതുണ്ടാവുമല്ലോ നമ്മുടെ പ്രൈസ് ടാഗും മറ്റേ ആ QR കോഡൊക്കെ ഉള്ള സാധനം അത് ഫോട്ടോയിൽ അതുപോലെ തെളിഞ്ഞിരിക്കുക. ഞാൻ പറഞ്ഞിടാ ഇത് കാണില്ലേ. അപ്പോൾ പറഞ്ഞു അതിനെന്താ കണ്ട #ൽ ഫിറ്റ് ചെക്ക് ഇടാൻ പറഞ്ഞു. അപ്പോൾ അതിന് വേറെ പോസ്റ്റ് ഒന്നും ഇടണ്ട, #ൽ ഫിറ്റ് ചെക്ക് എന്നുവെച്ചാൽ ഫിറ്റാണോ എന്ന് ചെക്ക് ചെയ്താണ്. അപ്പോൾ അതാണല്ലോ സത്യം. അപ്പോൾ അതതിനകത്ത് പ്രൈസ് ടാഗ് കണ്ടാൽ എന്താ കുഴപ്പമെന്ന് പറഞ്ഞിട്ട് ഇവൻ എന്നെക്കൊണ്ട് അത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യിപ്പിച്ചു. ആ സമീപ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ആ സമീപ മാസങ്ങളിൽ ചിലപ്പോൾ ആ വർഷത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ എൻഗേജ്മെൻറ്റ് വന്ന പോസ്റ്റ് ഈ സാധനമാണ്. അപ്പം ഞാൻ പറഞ്ഞ പുതിയ പിള്ളേർ താല്പര്യപ്പെടുന്നത് ഇഷ്ടപ്പെടുന്നത് അങ്ങനത്തെ വസ്ത്രധാരണം അവർക്കൊന്നും പറ്റിയ മേഖലയല്ല രാഷ്ട്രീയം. ഇതിനകത്ത് വരികയാണെങ്കിൽ പിന്നെ മുണ്ടും ഷർട്ടും നിർബന്ധമാണ്, അത് മാത്രമേ ഇടാവൂ, വെള്ളയും മാത്രമേ ഇടാവൂ എന്ന് പറയുന്ന ഇതിനൊരു ക്ലോസ്ഡ് ബോക്സ് ആക്കുന്നതിനകത്ത് താല്പര്യമില്ല. ഞാൻ ഇവിടെയൊക്കെ കുറച്ച് കീറിയിട്ടുള്ള 4 പിള്ളേർ ഇതിനകത്തേക്ക് കിട്ടുമോ നോക്കി നടക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ അവരെയും കൂടെ സജീവമായി ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ എന്താ മാർഗം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയവും കാലവുമാണ്. ഓക്കെ, ഞാൻ മറ്റൊരു ഗൗരവമുള്ള വിഷയത്തിലേക്ക് വരാം. ഇത്രയും പുതിയ ആളുകളുമായിട്ട് കണക്ട് ചെയ്യുന്ന പുതിയ കാലത്തിൻ്റെ രാഷ്ട്രീയ ശരികളെക്കുറിച്ച് നല്ല ബോധ്യമുള്ള ഒരാളാണ് ഷാഫിയുടെ കൂടെയുള്ളവരെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ രാഹുലിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ജാഗ്രത ഉണ്ടായില്ല, അല്ലെങ്കിൽ രാഹുലിനെങ്കിലും ഉണ്ടായില്ല, അല്ലെങ്കിൽ രാഹുലിനെ തിരുത്തേണ്ടവർക്കുണ്ടായില്ല. അങ്ങനെയാണ് ഒരു പൊതുവിലുള്ളൊരു ധാരണ. ഷാഫി സത്യത്തിൽ ഇതിൽ വളരെ വ്യക്തമായിട്ട് ഏറെയൊന്നും പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ വളരെ തുറന്ന് ഒന്നും പറഞ്ഞിട്ടില്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്കെന്നല്ല പലർക്കും തോന്നിയിട്ടുണ്ട്. എന്താണ് ഷാഫിക്ക് ഈ വേദിയിൽ വെച്ച് ഈ സംഭവത്തെക്കുറിച്ച് സമഗ്രമായിട്ട് എന്താണ് പറയാനുള്ളത്? രാഹുൽ യൂത്ത് കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് പ്രസിഡൻ്റായിരുന്നു. കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് പ്രസിഡൻ്റ് എന്ന് പറയുന്നത് വലിയൊരു പ്രൊസീജിയറിലൂടെ കടന്നു വന്നൊരു സംഭവമാണ്. പിന്നെ മാസങ്ങൾ നീണ്ടു നിന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ, മെമ്പർഷിപ്പ് എൻറോൾമെൻറ്റ്, അതിൻ്റെ ശേഷം ഓരോ മണ്ഡലത്തിലും ബ്ലോക്കിലും ജില്ലയിലൊക്കെ ആയിട്ടുള്ള വോട്ടിംഗ് പ്രൊസീജിയർ, ഇത്രയും ആളുകളെ പിന്നെ എൻറോൾ ചെയ്ത ശേഷം ഒരു വലിയ ഡെമോക്രാറ്റിക് പ്രോസസ്സിലൂടെ സ്റ്റേറ്റ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻഷിപ്പിലേക്ക് കടന്നു വന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ആക്ഷേപം അതൊരു പരാതിയായിട്ട് വരുന്നതിന് മുമ്പ്, അത് ലീഗലായിട്ടുള്ള ഒരു ആക്ഷനിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനൊരു ആക്ഷേപം വന്നപ്പം ആദ്യം പാർട്ടി എടുത്ത തീരുമാനങ്ങൾ, സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡൻഷിപ്പിൽ നിന്ന് രാഹുലും പാർട്ടിയും എടുത്ത തീരുമാനം സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡൻഷിപ്പിൽ നിന്ന് അയാളെ മാറ്റി നിർത്തുക എന്നുള്ളതാണ്. അയാൾ മാറി നിൽക്കുക എന്നുള്ളത് അയാൾ എടുത്ത തീരുമാനമായിരുന്നു. അപ്പം ഇതിൻ്റെ ഇമ്മീഡിയറ്റ് യൂത്ത് കോൺഗ്രസ് പ്രസിഡൻറ്റ് ഞാനായിരുന്നു തൊട്ട് മുമ്പത്തെ. അപ്പം യു വെരി വെൽ നോ ദാറ്റ് ഇലക്ഷൻ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സംഘടനക്കകത്ത് പല കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊരു റെപ്രസെൻറ്റേഷൻ കൂടിയാണ്, വലിയൊരു ഫൈറ്റിൻ്റെ ഭാഗമായി പലരും നടത്തിയ പ്രവർത്തനങ്ങളുടെ റെപ്രസെൻറ്റേഷൻ കൂടിയാണ്. ആ റെപ്രസെൻറ്റേഷൻ അതിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറി നിൽക്കുക എന്നുള്ളൊരു തീരുമാനം എടുത്തു. പിന്നെ അതിൻ്റെ ശേഷം കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ അതിൻ്റെ
പ്രാഥമിക അംഗത്വത്തിൽ നിന്നുള്ള സസ്പെൻഷൻ, ഡിസ്മിസലല്ല, സസ്പെൻഷൻ്റെ തീരുമാനം കോൺഗ്രസ് പാർട്ടി എടുത്തു. KPC പ്രസിഡൻറ്റ് പ്രധാനപ്പെട്ട എല്ലാ ലീഡേഴ്സുമായിട്ട് കൺസൾട്ട് ചെയ്തു. അതിൽ പ്രതിപക്ഷ നേതാവും KPC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ കൺസൾട്ടേഷൻ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് മാറ്റി നിർത്തി. പാർലമെൻ്ററി പാർട്ടിയുടെ അംഗത്വം MLA എന്നുള്ള നിലക്ക് അസംബ്ലിയിൽ പോകുന്നതിന് ആ സമയം ഒരു തടസ്സം ഉണ്ടായിട്ടില്ല. ലീഗലായിട്ടുള്ള നടപടിക്രമങ്ങൾ അന്ന് ഉണ്ടായിരുന്നില്ല. എന്നാലും കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടിയുടെ UDF പാർലമെൻ്ററി പാർട്ടിയുടെ ഭാഗമാവേണ്ടെന്ന് തീരുമാനം ലീഡർഷിപ്പ് എടുത്തു. അപ്പം എൻ്റെ വ്യക്തിപരമായ അടുപ്പക്കുറവോ ഒന്നും പാർട്ടിയുടെ ഈ തീരുമാനങ്ങളെ വേറൊരു തരത്തിലും സ്വാധീനിച്ച ഒരു കാര്യമോ ഘടകമോ അല്ല. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താൻ പറ്റില്ല എന്ന്, പാർട്ടിയിൽ നിന്ന് ഇപ്പോൾ നടപടിയെടുക്കാൻ പറ്റില്ല എന്നുള്ളതോ, എനിക്കൊരു അടുപ്പമുള്ളതുകൊണ്ട് പാർട്ടി തീരുമാനിച്ചിട്ടില്ല, അല്ലെങ്കിൽ വ്യക്തിബന്ധമുള്ളതുകൊണ്ട് പാർട്ടി തീരുമാനിച്ചിട്ടില്ല. കേരളത്തിൽ ഗിവൺ സിറ്റുവേഷനിൽ മറ്റേത് പൊളിറ്റിക്കൽ പാർട്ടി റെസ്പോണ്ട് ചെയ്തതിനേക്കാളും നന്നായി കോൺഗ്രസ് പാർട്ടി ആ ഇഷ്യൂവിൽ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതൊരു ലീഗൽ ബാറ്റിലായി മാറിയിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടി എടുത്ത തീരുമാനത്തിൽ നിന്ന് പാർട്ടി പിന്നോട്ട് പോകുന്നില്ല എന്നുള്ളത് ലീഡർഷിപ്പ് ഓൾറെഡി സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അത് നിയമപരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ നിയമപരമായിട്ടുള്ള കാര്യത്തിലും ആ ഒരു ലീഗൽ ആക്ഷൻ്റെ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സം നിൽക്കാനോ ഞങ്ങളാരും, കോൺഗ്രസ് പാർട്ടിയോ അതല്ലെങ്കിൽ രാഹുലുമായിട്ട് വ്യക്തിബന്ധം ഉള്ളവരോ ഇല്ലാത്തവരോ ആയിട്ടുള്ള കോൺഗ്രസ് പാർട്ടിയിലെ ഒരു നേതാവും ശ്രമിക്കുന്നുമില്ല. ഇപ്പം ആ ലീഗൽ ബാറ്റിൽ ഈസ് ഓൺ. ഇനി നിയമപരമായി അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ. അതിലെന്താണ് കേസും ഫൈൻഡിങ്സും തീരുമാനങ്ങളും എന്നുള്ളത് വരട്ടെ. അതിൽ കൂടുതലോ അതിൽ കുറഞ്ഞോ പിന്നെ ഒരു സംസാരം ബീയിങ് എ KPCC വർക്കിംഗ് പ്രസിഡന്റ് എന്നുള്ള നിലക്കോ പാർട്ടിയുടെ ഒരു അംഗം എന്നുള്ള നിലക്കോ എൻ്റെ ഭാഗത്തുനിന്ന് വേണ്ടതായിട്ട് തോന്നിയിട്ടില്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് അത്തരം കാര്യങ്ങൾ നേരത്തെ പോവാത്തതും ഇപ്പോൾ പോകാൻ ആഗ്രഹിക്കാത്തതും. എങ്കിൽ പോലും രാഹുലിൻ്റെ കാര്യത്തിലും ഇതുപോലെ കോൺഗ്രസിൽ വ്യത്യസ്ത സ്വരങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടായിട്ടുണ്ട്. രമേശ് ചെന്നിത്തലയും VD സതീശനും കർശന നടപടി വേണമെന്ന് ആഗ്രഹിക്കുന്നു. K. സുധാകരൻ മാറ്റി പറയുന്നു. സണ്ണി ജോസഫ് കുറച്ചുകൂടി സൗമ്യമായി പറയുന്നു. അടൂർ പ്രകാശ് മറ്റൊരു ഘട്ടത്തിൽ അതിനെ ന്യായീകരിക്കുന്ന പോലെ സംസാരിക്കുന്നു. ഇത്രയും ആലോചിച്ച് തീരുമാനിച്ച ശേഷവും എന്തുകൊണ്ടാണ് നേതാക്കളുടെ പ്രതികരണങ്ങളിൽ അങ്ങനെ ഒരു ഭിന്നസ്വരം വരുന്നത്? അത് കോൺഗ്രസ്സിന് ദോഷം ചെയ്തിട്ടുണ്ടോ? ദോഷം ചെയ്യാൻ സാധ്യതയുണ്ടോ? അല്ല, അത് ഇൻഡിവിജ്വൽ ഒപ്പീനിയനാണ്. ഓരോരുത്തരും അവരുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞത്. പക്ഷേ ആ അഭിപ്രായങ്ങളൊന്നും തന്നെ പാർട്ടിയുടെ ഒരു നടപടിയുടെ കാര്യത്തിൽ ഒരു വിഘാതമായിട്ടോ തടസ്സമായിട്ടോ നിന്നിട്ടില്ല. ഇപ്പം ഞാനതാ സൂചിപ്പിച്ചത്. ഇപ്പം ഞാൻ ഉൾപ്പെടെ അടുപ്പമുള്ള ആളുകളുടെ അഭിപ്രായം പോലും പാർട്ടി ചെയ്യേണ്ട കാര്യങ്ങളിൽ നിന്ന് പാർട്ടിയെ പിന്തിരിപ്പിക്കുന്ന ഒന്നും ആയി അത് മാറിയിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഗിവൺ സിറ്റുവേഷനിൽ മറ്റേത് പൊളിറ്റിക്കൽ പാർട്ടി റെസ്പോണ്ട് ചെയ്തതിനേക്കാളും കോൺഗ്രസ് പാർട്ടി ഇക്കാര്യത്തിൽ ഈവൻ ബിഫോർ എ ലീഗൽ കംപ്ലയിൻറ്റ് വരുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസ് പാർട്ടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അതിൽ കൂടുതൽ പാർട്ടി എന്തെങ്കിലും ചെയ്യേണ്ടതോ പറയേണ്ടതോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാർട്ടി ആലോചിച്ച് അതിൻ്റെ ചീഫ് അതിൻ്റെ ഡയറക്ഷൻ ഞങ്ങൾക്ക് തരും. അപ്പോൾ ഞങ്ങളുടെ സ്റ്റാൻഡ് പാർട്ടിയുടെ സ്റ്റാൻഡ് തന്നെയായിരിക്കും, ഇൻക്ലൂഡിങ് മൈൻ. ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്. അദ്ദേഹം MLA എന്ന നിലയിൽ പാലക്കാട് പൊതുപരിപാടികൾ പങ്കെടുക്കുന്നു, MLA ആണ്. പക്ഷേ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഈ ആരോപണത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചോദിക്കാൻ വേണ്ടി പോയി. അപ്പം അത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണെന്ന് പറയാമെങ്കിലും വ്യക്തിപരമായി അടുപ്പം കൂടിയുള്ള ഒരാളെന്ന നിലയിൽ അത് തിരുത്താൻ പറ്റുമായിരുന്നോ? ഷാഫി അതിനുവേണ്ടി ശ്രമിച്ചിരുന്നോ? അതൊരു, ഞാൻ പറഞ്ഞത്, ഒരു ലീഗൽ പരാതിയുടെ ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ ആ സമയം വന്നിട്ടില്ല. അത് വരുന്നതിന് മുമ്പ് ഈ ആക്ഷേപങ്ങളുടെ സമയത്ത് പാർട്ടി എടുത്ത സസ്പെൻഷൻ നിലനിന്നു. ആ നടപടി പാർട്ടി പിൻവലിച്ചിട്ടില്ല. പ്രാദേശികമായി അവിടുത്തെ ഇപ്പം ഇദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പിൽ സഹായിച്ചിട്ടുള്ള ആളുകൾ, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അവരുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അവർ ഡിമാൻഡ് ചെയ്തതല്ലാതെ അതൊരു പാർട്ടി ഒഫീഷ്യൽ ചാനൽ വഴി ഇന്ന സ്ഥലങ്ങളിൽ രാഹുൽ പ്രചരണത്തിന് പോട്ടെ എന്ന് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ഘടകവും തീരുമാനിച്ചിട്ടില്ല. ഔദ്യോഗികമായ KPCCയോ DCCയോ നടത്തുന്ന പാർട്ടി ഔദ്യോഗിക പരിപാടികളിലും അദ്ദേഹം അതിൻ്റെ ഭാഗവാക്കായിട്ടില്ല. ലീഗൽ ഇത് വരുന്നതിന് മുമ്പ് പിന്നെ അദ്ദേഹം പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. അത് തീർത്തും പ്രാദേശികമായിട്ട് മാത്രം നടന്നൊരു കാര്യമാണ്. അതിനൊരു കോൺഗ്രസ് ഡയറക്ഷൻ അക്കാര്യത്തിൽ പങ്കെടുപ്പിക്കണം എന്നുള്ളത് പാർട്ടി കൊടുത്തിട്ടില്ല. ഇപ്പോഴും പിന്നെ ഇപ്പം പുതിയ സാഹചര്യത്തിൽ പിന്നെ പാർട്ടി അത്തരമൊരു ഡയറക്ഷൻ ഇനി കൊടുക്കണം അല്ലെങ്കിൽ പങ്കെടുപ്പിക്കണം എന്നൊന്നും പാർട്ടി കൊടുക്കാനും ഉദ്ദേശിച്ചിട്ടില്ല. ഒറ്റ കാര്യം കൂടി ചോദിച്ചോളാം. ഈ കോൺഗ്രസിൻ്റെ മൊത്തത്തിലുള്ള വലിയ പ്രതീക്ഷ നൽകിയ യുവ നേതൃനിരയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ
നിങ്ങൾ വളരെ വളരെ മെച്ചമാണ് എന്ന് പൊതുസമൂഹത്തിന് തോന്നിപ്പിക്കുകയൊക്കെ ചെയ്ത ശേഷം ഇതൊരു വലിയ തിരിച്ചടിയായോ? ഞാൻ കേസിൻ്റെ മെറിറ്റ്സിലേക്കല്ല പോകുന്നത്. ഇങ്ങനൊരു ആക്ഷേപം വന്നു, അതിൻ്റെ പേരിൽ പ്രതിക്കൂട്ടിലായി, അത് കോൺഗ്രസ്സിലെ ഈ യുവ മുന്നേറ്റത്തെ തടസ്സപ്പെടുത്തിയോ? അതല്ലല്ലോ, അതങ്ങനെ ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് അല്ലല്ലോ. ഇപ്പോൾ ഒരാൾ മാത്രം ക്രിയേറ്റ് ചെയ്ത ഒന്നല്ല, ഒരാളെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒന്നുമല്ല. അതിപ്പം രാഹുലാണെങ്കിലും ഞാനാണെങ്കിലും ഹൈബി ആണെങ്കിലും എൽദോസ് ആണെങ്കിലും സാദത്താണെങ്കിലും പിന്നെ റോജി ആണെങ്കിലും IC ബാലകൃഷ്ണനാണെങ്കിലും ജെബി മേത്തർ ആണെങ്കിലും പിന്നെ നിങ്ങൾ സനീഷ് ആണെങ്കിലും ഒരറ്റം മുതൽ അങ്ങനെ PC വിശ്വനാഥ് വരെ സീനിയറാണ്, ബട്ട് ഞങ്ങളുടെ ഒരു ജനറേഷൻ്റെ മേലെ നിന്നിരുന്ന ഒരാൾ. അപ്പോൾ അതങ്ങനെ അതൊരു കോൺഗ്രസ്സിനകത്ത് ചെറുപ്പക്കാർക്ക് കൂടുതൽ അവസരം ഉണ്ടാവണം എന്നുള്ള ആവശ്യത്തെ ഉന്നയിച്ചും പാർട്ടി അത് തിരിച്ചറിഞ്ഞും CPM ജയിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ വിഷ്ണുവേട്ടനൊക്കെ ജയിച്ച സീറ്റ്, ഇപ്പോൾ CR മഹേഷും വിഷ്ണുവേട്ടനൊക്കെ ജയിച്ച സീറ്റ് എത്രയോ വർഷങ്ങളായിട്ട് CPM സ്ട്രോങ് ഹോൾഡ്സ് ആയിരുന്നു. ഒരു മുൻ മന്ത്രി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തോറ്റ അപൂർവം ഒക്കേഷനിലൊന്നായിരുന്നു PC വിശ്വനാഥ് കുണ്ട്ര ജയിച്ച് കയറിയത്. അപ്പം ഇത് തീർത്തും ഇപ്പോൾ ഒരാൾ സ്പോൺസർ ചെയ്യുന്നതോ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യുന്നതോ ആയിട്ടുള്ളൊരു കാര്യമല്ല. അതൊരു ടോട്ടൽ മൂവ്മെൻറ്റാണ്. ആ മൂവ്മെൻറ്റിനും ആ ആളുകൾക്കുമുള്ള അക്സെപ്റ്റൻസ്, പബ്ലിക് അക്സെപ്റ്റൻസ്, അതാണ് അതിൻ്റെ ഇന്ധനം. ആ അക്സെപ്റ്റൻസിനെ കുറക്കുന്ന ഒരു ടോട്ടാലിറ്റിയിലെ അക്സെപ്റ്റൻസിനെ കുറക്കുന്ന ഒന്നും ഇൻഡിവിജ്വലായിട്ടുള്ള ഇൻസിഡൻസിൻ്റെ പേരിൽ ഉണ്ടാവുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല. ദാറ്റ് വിൽ കണ്ടിന്യൂ. ഇപ്പം പിന്നെ അബിൻ വർക്കി ആണെങ്കിലും അഭിജിത്ത് ആണെങ്കിലും ജനീഷ് ആണെങ്കിലും അലോഷി ആണെങ്കിലും ഇതിൻ്റെ ഒരു ലീഡർഷിപ്പ് കണ്ടിന്യൂറ്റി ഉണ്ടാവും അടുത്ത ജനറേഷൻ. ഇപ്പം ഞാൻ ഈ പറഞ്ഞ പേരുകാരൊക്കെ അടുത്ത അസംബ്ലിയിൽ വേണമെന്ന് വ്യക്തിപരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളും വർക്കിംഗ് പ്രസിഡന്റ് എന്നുള്ള നിലക്ക് അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ബാറ്റ് ചെയ്യേണ്ട ഒരാളുമാണ് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. 100% കാര്യം നടക്കില്ലെന്ന് അറിഞ്ഞുകൂടെ, പാർട്ടി ഡിസിഷനാണ് വരേണ്ടത്. ഇപ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷനിലും കുറേ ചെറുപ്പക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അതൊരിക്കലും ഒരു ഇൻഡിവിജ്വൽ സെൻട്രിക് ആയിട്ടുള്ളൊരു കാര്യമല്ല. ഇത് കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഒരു ഫ്രഷ് എയറും ഒരു ഫ്രഷ് എനർജിയും പോറിൻ ചെയ്യുന്ന ഒരു കണ്ടിന്യൂയിങ് സിസ്റ്റം ആവാനാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ബാക്കിയുള്ള ആളുകൾക്കും തുടരാം. അതിനൊന്നും ഈ കാര്യങ്ങളൊരു തടസ്സമല്ല. നമുക്ക് പൊതുവായുള്ള ചോദ്യങ്ങളിലേക്ക് പോവുകയാണ്. അതിന് മുമ്പ് ഒരേ ഒരു ചോദ്യം കൂടി. VD സതീശനുമായിട്ടുള്ള ഒരു അടുപ്പത്തിൽ കുറവ് വന്നിട്ടുണ്ടോ? കോൺഗ്രസിലെ അധികാര സമവാക്യങ്ങളിൽ, അങ്ങനെ അധികാര സമവാക്യമല്ല, സൗഹൃദ സമവാക്യങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ടോ? നിങ്ങൾ അദ്ദേഹമായിട്ട് വളരെ അടുപ്പമായിരുന്നു. പക്ഷേ പുതിയ PCC വന്ന ശേഷം VD സതീശനെ വേണ്ടത്ര വിശ്വാസത്തിലെടുക്കാതെ KPC പ്രസിഡൻറ്റും വർക്കിംഗ് പ്രസിഡൻറ്റുമാരും നീങ്ങുന്നു എന്ന മട്ടിലൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ ഒരു യഥാർത്ഥ സ്ഥിതി? ഇല്ല, വാർത്തകളാണ് വരുന്നത്. അതുതന്നെയാണ് അതിൻ്റെ യാഥാർത്ഥ്യം. വരുന്നത് വാർത്തകളാണെന്നുള്ളത് അതിൻ്റെ യാഥാർത്ഥ്യം. ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും മുമ്പിലുള്ള അജണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ ലോക്കൽ ബോഡിയും പിന്നെ അതിനപ്പുറമുള്ള അസംബ്ലി ഇലക്ഷനുമാണ്. അത് രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. ഐ ക്യാൻ ടേക്ക് എനി ഇഷ്യൂസ് ഇൻ കോൺഗ്രസ് ഇൻ കേരള. നിങ്ങൾ കോൺഗ്രസ്സിനകത്ത് ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളും കൂടുതൽ ആളുകൾ ഒരു പോസ്റ്റിലേക്ക് ഡിസേർവിംഗ് ആയിട്ടുള്ള യോഗ്യരായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും. ബട്ട് പുള്ളി പറഞ്ഞത് ഐ ക്യാൻ നെവർ ടേക്ക് ആൻ ഇൻസൾട്ട് ഓഫ് പീപ്പിൾ ഓഫ് കേരള. കേരളത്തിലെ ജനങ്ങളുടെ മേലെ എൻ്റെ പാർട്ടി ഒരു തരത്തിലുള്ള പ്രയാസവും എൻ്റെ പാർട്ടി മൂലം ഉണ്ടാവുന്നത് ഞാൻ അംഗീകരിക്കില്ല. എന്ന് വെച്ചാൽ കേരളത്തിലെ ജനം ഒരു മാറ്റം ആഗ്രഹിക്കുന്നു എന്നുള്ളത് വളരെ എവിഡൻ്റാണ്, വളരെ ക്ലിയറാണ്. ആ ക്ലാരിറ്റി മുമ്പിൽ നിൽക്കുമ്പോൾ ആ മാറ്റം ഉണ്ടാക്കി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം UDFനുണ്ട്. അപ്പോൾ ആ റെസ്പോൺസിബിലിറ്റിക്ക് അനുസരിച്ച് എല്ലാവരും അവരവരുടെ സ്റ്റേച്ചറിനനുസരിച്ച് ഉയരുക എന്നുള്ളതാണ്. ഹൗ ബിഗ് യു ആർ, ഹൗ സ്മോൾ യു ആർ എന്നുള്ളതൊന്നും ഇന്നത്തെ പ്രശ്നമല്ല. ഏത് പദവിയിലാണെങ്കിലും എവിടെ പ്രവർത്തിക്കുന്ന ആളാണെങ്കിലും കേരളത്തിലെ ഒരു ഭരണമാറ്റം എന്നുള്ള നെസസിറ്റി, കേരളത്തിലെ ജനങ്ങളുടെ നെസസിറ്റിക്ക് വേണ്ടി വർക്ക് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ഞങ്ങളുടെ ഇണക്കങ്ങൾക്കും പിണക്കങ്ങൾക്കും ഒക്കെ അപ്പുറത്താണ്. ആ ഒരു അജണ്ടയിലേക്ക് വി ഹാവ് സ്റ്റാർട്ടഡ് മൂവിങ് സ്ട്രോങ്ലി. ഞങ്ങൾ അതിൻ്റെ കാര്യങ്ങളിലേക്ക് KPCയും പ്രതിപക്ഷ നേതാവും ഒക്കെ പ്ലാൻ ചെയ്ത് തന്നെ ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതിനൊരു ഇമ്പാക്റ്റും റിസൾട്ടും ഉണ്ടാവും. ഒരു ടീമായി ബൈ ഇലക്ഷൻസിന് നേരിട്ടപ്പോൾ ഞങ്ങളുണ്ടാക്കിയ മാറ്റം സിറ്റിംഗ് സീറ്റുകളിൽ മാത്രമായിരുന്നില്ല. സിറ്റിംഗ് സീറ്റുകളിലെ മെജോറിറ്റിയിലുണ്ടായിട്ടുള്ള വർധനവ്, ഞങ്ങൾ പരാജയപ്പെട്ടൊരു ബൈ ഇലക്ഷനിൽ പോലും അവരുടെ മെജോറിറ്റി 3-1 കുറക്കാൻ സാധിച്ചത്. നേരത്തെ ഞങ്ങൾ പരാജയപ്പെട്ടൊരു സീറ്റ് അവിടുത്തെ സിറ്റിംഗ് MLA ഞങ്ങളുടെ കൂടെ ഇല്ലാഞ്ഞിട്ട് പോലും ഞങ്ങൾ 5 ഡിജിറ്റിൻ്റെ മെജോറിറ്റിയിൽ അത് ജയിച്ച് തിരിച്ചു വന്നത് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ തുടങ്ങി ഞങ്ങൾ വി ആർ ഓൺ എ പോസിറ്റീവ് സ്ട്രൈഡ്. അത് ഞങ്ങൾക്ക് 25 ഈ 25-ലെ ലോക്കൽ ബോഡിയിലും 26-ലെ അസംബ്ലിയിലും നിലനിർത്താൻ സാധിക്കും.
ആ യാത്രയിൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പാർട്ടി പ്രവർത്തകരോടും പറയുന്നു, ഈ മാധ്യമങ്ങളിലൂടെ കാണുന്ന പ്രവർത്തകർ ഇത് കേൾക്കുക കാണുക ചെയ്യുകയാണെങ്കിൽ അവരും കണ്ടോട്ടെ. കാരണം വാർത്തകളെ സംബന്ധിച്ചാണല്ലോ പറയുന്നത്. അതിനപ്പുറത്തേക്ക് വരുന്ന കാര്യങ്ങളിലൊന്നും നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല. ജനങ്ങളുടെ ശബ്ദമായി നമ്മൾ ഒരുമിച്ച് തന്നെ അനിവാര്യമായൊരു മുന്നേറ്റം കേരളത്തിൽ ഉണ്ടാക്കും. അപ്പോൾ അതിൻ്റെ ഫോക്കസ് നമുക്ക് ജനങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു അഷ്വരിറ്റിയിലാണ്. അത്തരം കാര്യങ്ങളിൽ ഫോക്കസ്ഡായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഈ മാറ്റം നമ്മൾ നിർബന്ധമായും കേരളത്തിൽ സാധ്യമാക്കും. ചോദ്യങ്ങൾ? സണ്ണി വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിച്ചു. ജനറേഷൻ ആൽഫയെ ഉൾക്കൊണ്ടുകൊണ്ട് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ സാധിക്കുക? ഞാൻ ഒബ്സർവ് ചെയ്ത ഒരു കാര്യം പറയട്ടെ. ഞാൻ ആദ്യം സാറിൻ്റെ പ്രസൻസിനൊരു നന്ദി അറിയിക്കട്ടെ. CS പോലെ ഒരാൾ ഇവിടെ വന്നിരിക്കുന്നതിന് താങ്ക് യു. രാഹുൽ ഗാന്ധിയെക്കുറിച്ച് ഷാഫി പറഞ്ഞ ആ വിലയിരുത്തൽ ഞാൻ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നു. വളരെ ജെന്യുവൻ ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ ശബ്ദം മാത്രമാണ് ഒരു എതിർ ശബ്ദമായി കേൾക്കുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ വോട്ട് ചോരി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. പക്ഷേ ഇത് എത്ര പേർക്ക് മനസ്സിലാവും? അത് ബീഹാറിലെ സിറ്റുവേഷൻ അറിയാവുന്ന ഒരാളെന്ന നിലയ്ക്ക് ഞാൻ പറയുകയാണ്, അവിടുത്തെ ജനങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല. ഇത് കേരളത്തിലോ ബോംബെയിലോ അല്ലെങ്കിൽ ഡൽഹിയിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അതിന് കൂടുതൽ പ്രസക്തി ഉണ്ടാകും, കാര്യങ്ങൾ മനസ്സിലാകും. അതേസമയം എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഈ ജനങ്ങളുമായിട്ട് വളരെ അടുത്ത പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഡൽഹിയിൽ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ എയർ പൊല്യൂഷനെതിരെയായിട്ട് പെൺകുട്ടികളടക്കം വലിയ ഒച്ചപ്പാടുണ്ടാക്കി. അവരെയൊക്കെ അർബൻ നക്സലൈറ്റ്സ് എന്ന് പറഞ്ഞ് പോലീസ് തല്ലി ചതയ്ക്കുന്ന ചിത്രങ്ങളും ഞാൻ കണ്ടു. എന്തുകൊണ്ടാണ് നമ്മളത് ടേക്കപ്പ് ചെയ്യാത്തത്? ഞാൻ പറഞ്ഞ യൂത്ത് കോൺഗ്രസ് ഷുഡ് ടേക്കപ്പ് സച്ച് ഇഷ്യൂസ്. കേരളത്തെ സംബന്ധിച്ച് ഇപ്പം മാലിന്യ നിർമ്മാർജ്ജനം അല്ലെങ്കിൽ തെരുവുനായ ശല്യം, മലയോര പ്രദേശങ്ങളിൽ വന്യമൃഗങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ വളരെ ജനങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടവയാണ്. അപ്പോൾ ഈ വക കാര്യങ്ങളിൽ ഒരു പ്രാക്ടിക്കൽ സൊല്യൂഷൻസ് എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കാനും അതൊക്കെ ചൂണ്ടിക്കാണിക്കാനും അതെല്ലാം കൂടുതൽ ശക്തമായ രീതിയിൽ അവതരിപ്പിക്കാനും കഴിയേണ്ടതല്ലേ? അങ്ങനെ വന്നാലല്ലേ നമ്മൾ ഈ പറയുന്ന മാതിരിയുള്ള ഈ ഭാവിയിലേക്കുള്ള വരുന്ന കുട്ടികളെ അല്ലെങ്കിൽ ആളുകളെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു വളരെ വ്യത്യസ്തമായൊരു ശൈലി പ്രതീക്ഷിക്കുന്നു എന്ന തുടക്കത്തിൽ ശ്രീ സണ്ണി ജോസഫ് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. കാരണം ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഒരു ശൈലി ഇനിയും അതിന് പ്രസക്തിയില്ല. പഴയ രീതിയിലുള്ള ഒരു ഫോർമുല അനുസരിച്ചുള്ള ഒരു വീതം വെയ്പ്പും അങ്ങനത്തെ ഒന്നും ഇനി പാടില്ല. മെറിറ്റ് തന്നെ ആയിരിക്കണം കൺസിഡറേഷൻ. അവിടെ ഈഴവനെന്നോ നായരെന്നോ ക്രിസ്ത്യാനിയെന്നോ അതിലും അവാന്തര ഘടകങ്ങളോ ഇങ്ങനെയൊക്കെ നോക്കി നമ്മളൊരു ഒരു സോഷ്യൽ എൻജിനീയറിങ് നടത്തുന്ന ഈ പതിവുണ്ടല്ലോ, അതൊക്കെ മാറ്റേണ്ട കാലം കഴിഞ്ഞുകൊണ്ട് ഇനിയുള്ള കാലത്ത് ഈ കുട്ടികളൊന്നും ഇതൊന്നും പരിഗണിക്കുകയില്ല. അതൊക്കെ ചിന്തിക്കുന്നുണ്ടാവണം എന്ന് ഞാൻ കരുതുന്നു. ഷാഫിയിൽ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ്. അതുകൊണ്ടാണ് ഈ കാര്യം ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും പ്രത്യേകിച്ച് സമരങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഞങ്ങൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നൊരു കാര്യം തന്നെയാണ്. കേരളത്തിലെ സമരങ്ങളുടെ പാറ്റേൺ എന്ന് പറയുന്നത് തന്നെ ഈ സൂചിപ്പിച്ചതുപോലെ ബാരിക്കേഡ് റിലേറ്റഡ് ആണ് കേരളത്തിലെ സമരങ്ങളുടെ പാറ്റേൺ. പക്ഷെ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസ് അല്ലാത്ത സമരങ്ങൾ ഒരു മൂവ്മെൻ്റായിട്ട് പലപ്പോഴും മാറാറുണ്ട്. ഞാൻ ആ വിമർശനത്തെ ഞാൻ ഉൾക്കൊള്ളുന്നു, സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നൊരു കാര്യമാണ്. ഇപ്പം ഞങ്ങൾ ബ്രസീലിൽ വേൾഡ് കപ്പ് നടക്കുമ്പോൾ ഒരു പ്ലേറ്റിൻ്റെ മുമ്പിൽ ഒരു വിശക്കുന്ന ഒരാളുടെ മുമ്പിൽ വലിയൊരു ഫുട്ബോൾ വരച്ച് വെച്ചൊരു ചിത്രം അവിടുത്തെ വലിയ പ്രൊട്ടസ്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രതീകമായിരുന്നു. അപ്പോൾ സമരങ്ങളിലെ ക്രിയേറ്റിവിറ്റി സൂചിപ്പിച്ചതുപോലെ കേരളം കുറച്ചും കൂടെ ആ കാര്യത്തിൽ അപ്ഡേറ്റഡ് ആവേണ്ടതുണ്ട്. അതിന് നേതൃത്വം നൽകേണ്ടത് 10 വർഷം ആയി പ്രതിപക്ഷത്തിരിക്കുന്ന ഞങ്ങൾ തന്നെ ആയിരുന്നു എന്നുള്ളതും ശരി തന്നെയാണ്. അപ്പോൾ അതിന് കമ്മിങ് മന്ത്സ് തീർച്ചയായിട്ടും കുറച്ചും കൂടെ അത്തരം കാര്യങ്ങൾ ആളുകളുടെ ആസ്പിറേഷൻസിനെ ക്യാച്ച് ചെയ്യുന്ന തരത്തിലുള്ള റിയാക്ഷൻസ് ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവാനുള്ള പരിശ്രമങ്ങൾ ഉണ്ടാവാം. സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പം മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കടലോരത്തെ പ്രശ്നങ്ങൾ, തീരദേശത്തെ പ്രശ്നങ്ങൾ, ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ, ഇപ്പം ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിലെ പ്രശ്നങ്ങൾ, അത്തരം കാര്യങ്ങളിലൊക്കെ കൃത്യമായ ബദലുകൾ ജനങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്ന എക്സസൈസ് ഇപ്പോൾ ഞങ്ങളുടെ 2 കോൺക്ലേവ് അത്തരം കാര്യങ്ങളിൽ കഴിഞ്ഞു. സാറിൻ്റെ ശ്രദ്ധയപ്പെട്ട് കാണും. ഇപ്പോൾ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലാണെങ്കിലും ഹെൽത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും 2 കോൺക്ലേവ് സബ്ജക്റ്റ് എക്സ്പേർട്സിനെ നമ്മുടെ സ്റ്റേറ്റിനകത്തും പുറത്തും ഉള്ള ആളുകളെ കൊണ്ടുവന്നിട്ട് തന്നെ എന്നിട്ട് അതിൻ്റെ ഫെർദർ ഒപ്പീനിയൻ ബിൽഡിങ്ങും അതിലേക്കുള്ള ഫീഡ്ബാക്സും ഒക്കെ ഇപ്പോഴും ഞങ്ങൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഈ ഒരു ജനുവരിയോട് കൂടി തന്നെ ഇവർ മാറണം എന്നുള്ള മാത്രം ഞങ്ങളുടെ ഡയലോഗ് ആയിരിക്കില്ല കേരളം കേൾക്കുന്നത്.
മാറിയാൽ എന്നുള്ളത് കൊണ്ട് എന്തുകൊണ്ട് മാറണം എന്നുള്ളതും കൃത്യമായി ജനങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഞങ്ങൾ അതിൻ്റെ ഒരു ബദൽ ജനങ്ങളുടെ മുമ്പിൽ കൃത്യമായിട്ട് വരച്ച് കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഓരോ സെക്ടറിലും, ഇപ്പോൾ ഈവൻ ഡ്രഗ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും, ഇപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ കേരളത്തിൽ ഏറ്റവും പ്രതിസന്ധി നേരിടുന്ന ഒരു മേഖലയാണ്. കുട്ടികൾക്ക് നമ്മുടെ കോളേജുകൾ ഇപ്പോൾ ഇന്നത്തെ പത്രത്തിൽ ഇന്നലെ മനോരമയുടെ ഹെഡിങ് എന്താ, വൈസ് ചാൻസലർമാരുടെ നിയമനവുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലും വലിയ കോൺട്രവേഴ്സിയിലേക്ക് പോയി ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്ത തരത്തിൽ നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ അത് സത്യം പറഞ്ഞാൽ ഒരു കോൾഡ് സ്റ്റോറേജിലായ അവസ്ഥയാണ്. കുട്ടികൾ ഇവിടുന്ന് രക്ഷപ്പെട്ട് ഓടണം എന്നുള്ളതാണ്. പക്ഷേ പുറത്ത് ഇപ്പോൾ UK ഇന്നത്തെ വേറൊരു വാർത്ത 80% ഇതിനകത്ത് അവിടെ കുറവ് വരുന്നു എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ എന്താണ് ഞങ്ങൾ വന്നാലുണ്ടാവാൻ പോകുന്ന മാറ്റം, ഇൻ പ്ലേസ് ഓഫ് ദിസ് പകരം ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഇതാണ് എന്നുള്ളത് ഫ്രം നെക്സ്റ്റ് ജനുവരി കൃത്യമായിട്ട് ജനങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ക്യാമ്പയിൻ സ്ട്രാറ്റജി ഞങ്ങൾ മുന്നോട്ട് വെക്കും. അതിൽ ഈ ജെൻസി ജെൻ ആൽഫയുടെ ആസ്പിറേഷൻസിനെ ടച്ച് ചെയ്യുന്ന തരത്തിൽ തന്നെ ഞങ്ങൾ അത്തരം കാര്യങ്ങൾ പ്ലേസ് ചെയ്യാനുള്ള ഒരുക്കങ്ങളാണ് ഞങ്ങൾ നടത്തുന്നത്. പിന്നെ സമരങ്ങളുടെ ഒരു ഇൻറ്റൻസിറ്റി ഇപ്പം ശൈലി വ്യത്യാസമുണ്ട്, ഈ സൂചിപ്പിച്ചതുപോലെ ശൈലി വ്യത്യാസമുണ്ട്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ CPM നടത്തുന്ന സമരങ്ങളും ഞങ്ങൾ നടത്തുന്ന സമരങ്ങളും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം അതൊരു ഐഡൻറ്റിറ്റി ഡിഫറൻസ് തന്നെയാണ്. അതിലിപ്പം ഞാൻ പേരാമ്പ്രയിലൊരു ഇഷ്യൂ ഉണ്ടായി, ഒരു 10,000 ആൾക്കാർ ഇവിടെ ഉണ്ട്, എൻ്റെ മൂക്കും പാലും ചോരയൊക്കെ വന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് പോലും ഞാൻ പറയുന്നത്, എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റുന്നത്, അവിടെയുള്ളൊരു പോലീസ് ജീപ്പിൻ്റെ ടയറിന് പോലും ഒരു കേടും വന്നിട്ടില്ല. ഒരു ഗ്ലാസും 1000 ആളുകൾ അവിടെ ഉണ്ടായിട്ടും ഒന്നും തല്ലിപ്പൊളിച്ചിട്ടില്ല. ഒരു പോലീസുകാരനും ഗ്രനേഡ് പൊട്ടിയ പരിക്കല്ലാതെ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു അക്രമത്തിൻ്റെ പേരിൽ ഒരു പരിക്ക് അവിടെ ഉണ്ടായിട്ടില്ല. അപ്പം ചെറിയ ഡിഫറൻസസ് ഈ പറയുന്ന കാര്യത്തിൽ, സമരങ്ങളുടെ കാര്യത്തിലുണ്ട്. പിന്നെ ഡൽഹിയിലെ ഇഷ്യൂവും എഗെയിൻ ഞാൻ ഈ സൂചിപ്പിച്ചത്, ഇപ്പം ഞാൻ ഓർക്കുകയാണ്, അവിടുത്തെ പാരൻസിനെ, കുട്ടികളുടെ അച്ഛനമ്മമാരെ, അമ്മമാരെ പ്രത്യേകിച്ചും അവിടുന്ന് വിളിച്ച് അവരുമായി ഇൻട്രാക്ട് ചെയ്ത് അവരുടെ കുട്ടികളുടെ കാര്യത്തിൽ ഈ കാര്യത്തിലുണ്ടാവുന്ന എയർ പൊല്യൂഷൻ്റെ കാര്യത്തിൽ നേരിടുന്ന പ്രയാസങ്ങളെ സംബന്ധിച്ച് ഇൻട്രാക്ട് ചെയ്ത ഏക പൊളിറ്റീഷ്യൻ, കമ്മിങ് ബാക്ക് ടു രാഹുൽ ഗാന്ധി അഗെയിൻ, ഈ ഇഷ്യൂവിനകത്തും അതാണ്. ടു യുവർ സെക്കൻഡ് ക്വസ്റ്റ്യൻ, അത് കുറച്ചും കൂടെ ഫീൽഡിൽ യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അത്തരം ഇഷ്യൂസ് ഏറ്റെടുക്കേണ്ടതല്ലേ എന്നുള്ള ചോദ്യത്തിന് യെസ്, അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കും. കൂടുതൽ റെസ്പോൺസ് അത്തരം കാര്യങ്ങളിലുണ്ടാകും. പിന്നെ ഞാൻ വികസന കാര്യങ്ങളെ സംബന്ധിച്ചുള്ളൊരു ഡിസ്കഷന് ഇത് പോവാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം പല ടോപ്പിക്സിൻ്റെ ഒരു സംഗമമാണ് ഈ വേദിയിൽ നടക്കുന്നത്. അപ്പം ചിലർക്ക് ഡെവലപ്മെൻറ്റിൻ്റെ കാര്യങ്ങളുണ്ടാകും, ചിലർക്ക് പൊളിറ്റിക്കലി, ആർട്സ്, സ്പോർട്സ്. ഇപ്പം നമ്മളുടെ ടോപ്പിക്ക് ഇതായതുകൊണ്ടാണ് അതിനെ ബേസ് ചെയ്തിട്ട് കൂടുതൽ സംസാരിച്ചത്. തലശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ മിനിഞ്ഞാന്നും ഞാൻ തലശ്ശേരിയിൽ പോയപ്പോൾ ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ ശ്രമിച്ചത്, തലശ്ശേരി പറയുന്നത് മുഴുവൻ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു പ്രൗഢിയെ സംബന്ധിച്ചും ഒരു ലെഗസിയെ സംബന്ധിച്ചുമാണ്. തലശ്ശേരി നേരത്തെ പ്രസിദ്ധമായിരുന്ന ഇപ്പോൾ ഒരു വ്യാപാര കേന്ദ്രം, ഒരു പോർട്ട് സിറ്റി, സർക്കസിൻ്റെ, ക്രിക്കറ്റിൻ്റെ, കേക്കിൻ്റെ, ഭക്ഷണത്തിൻ്റെ ഒരു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെയൊക്കെ മലബാറിൻ്റെ ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് ആയപ്പോൾ തലശ്ശേരിക്ക് ഉണ്ടായിരുന്ന ഒരു പ്രൗഢിയെ, പ്രതാപത്തെ, അവിടുത്തെ വലിയ ഇൻഡിവിജ്വൽസിൻ്റെ അവരുടെയൊക്കെ ഒരു ഗ്ലോറിയെ പറ്റിയാണ്, ഒരു ലോസ്റ്റ് ഗ്ലോറിയെ പറ്റി പറയുന്നത് പോലെയാണ്. ആ ചോദ്യത്തിൻ്റെ തന്നെ കാരണം അതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, തലശ്ശേരിയെ പറ്റി പറയുന്നത്. അപ്പം അത് തീർച്ചയായിട്ടും ഒരു മേജർ കൺസേൺ തന്നെയാണ്. ഇപ്പം തലശ്ശേരിയുടെ കാര്യത്തിൽ എടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് തലശ്ശേരി മൈസൂരു റെയിൽപാതയുടെ റീകണക്റ്റിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ്. ഇപ്പോൾ MP ആയതിൻ്റെ ശേഷം 1 വർഷം ഏതാനും മാസങ്ങളായി എനിക്ക് കിട്ടിയ അവസരങ്ങൾ ഏറ്റവും കൂടുതൽ ഉന്നയിക്കാനും അതിൻ്റെ ഒരു ഫെർദർ സ്റ്റെപ്സിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നിൽക്കുന്നത്. അതിനകത്ത് ഇപ്പം നമ്മുടെ ഫസ്റ്റ് സ്റ്റഡി കഴിഞ്ഞത് പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ടാണ് കൊങ്കൺ റെയിൽവേ ഇപ്പോൾ KRailന് കൈമാറിയിട്ടുള്ളത്. അപ്പോൾ ആ KRailന് കൈമാറിയിട്ടുള്ള കൊങ്കൺ റെയിൽവേ അതിൻ്റെ സാധ്യത ഉപയോഗപ്പെടുത്താൻ വേണ്ടി 19 MP-മാരും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ പങ്കെടുക്കുന്ന 3 കോൺഫറൻസിനകത്തും ഞാൻ ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പിനെ സംബന്ധിച്ച് തന്നെയായിരുന്നു. ഇപ്പോൾ അതിനകത്ത് കൊങ്കണിൻ്റെ പഠനം പോസിറ്റീവായിട്ടാണ് വന്നിരിക്കുന്നത് എന്നുള്ളൊരു സന്തോഷ വാർത്തയുണ്ട്. അതിൻ്റെ ഫർദർ ആക്ഷൻ അത് മൂവ് ചെയ്തിരിക്കുന്നത് KRailനാണ്. അപ്പോൾ ആ ആക്ഷനിൽ ഇനി നമുക്ക് വേണ്ടത് കർണാടകയിലെ ഗവൺമെൻറ്റിൻ്റെ ഒരു അനുമതിയാണ് ആ കാര്യത്തിൽ വേണ്ടത്. സത്യം പറഞ്ഞാൽ അതൊരു വിൻ സിറ്റുവേഷനാണ്. 2 ഗവൺമെൻറ്റിനും വളരെ അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള, 2 സ്റ്റേറ്റിനും വളരെ അഡ്വാൻറ്റേജസ് ആയിട്ടുള്ളൊരു കണക്ഷനാണ് അത് വരുന്നത്. അപ്പോൾ അതിൻ്റെ റെയിൽവേ മിനിസ്റ്റർ ഞാൻ 3 തവണ ഇക്കാര്യത്തിൽ കണ്ടു. ഞാൻ ഫ്ലോറിലകത്തും പുറത്തുമായിട്ട് അദ്ദേഹത്തെ കണ്ടു. അപ്പം അതിനകത്തുള്ള 2 കൺസേൺ, ഒന്ന് കർണാടകയിലെ ഗവൺമെൻറ് ഇക്കാര്യത്തിൽ എടുക്കുന്ന സ്റ്റാൻഡ് എന്തായിരിക്കുമെന്നുള്ളത്. അപ്പോൾ മുഖ്യമന്ത്രിയും KC വേണുഗോപാൽ MP കൂടെ പങ്കെടുക്കുന്ന ഒരു മീറ്റിങ്ങിനകത്ത് ഈ ഇഷ്യൂ മുഖ്യമന്ത്രിയുടെ മുമ്പാകെ ഞാൻ തന്നെയാണ് അവതരിപ്പിച്ചത്. അപ്പം കർണാടകയിലെ ഭരണമാറ്റത്തിൻ്റെ പശ്ചാത്തലത്തിൽ, ഇപ്പം ഭരണം കോൺഗ്രസ് ഗവൺമെൻറ്റാണ് അവിടെ വന്നിരിക്കുന്നത്.
ഭരണമാറ്റത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ കാര്യത്തിൽ ഒരു പോസിറ്റീവ് സ്റ്റാൻഡ് അവിടുത്തെ ഗവൺമെൻറ്റിനെ കൊണ്ട് എടുപ്പിക്കാൻ പറ്റുമോ എന്നുള്ള നോക്കാനുള്ള റെസ്പോൺസിബിലിറ്റി കഴിയാവുന്ന തരത്തിൽ ഏറ്റെടുക്കാമെന്ന് കെ സി വേണുഗോപാൽ എം പിയും ആ മീറ്റിങ്ങിൽ എല്ലാവരും കൂടി ഇരിക്കുന്ന ആ മീറ്റിങ്ങിൽ അത് എഗ്രി ചെയ്തു. അപ്പോൾ ഐ തിങ്ക് വെരി ഷോർട്ട്ലി അതിപ്പം സത്യം പറഞ്ഞാൽ മിനിഞ്ഞാന്നത്തെ MP കോൺഫറൻസിൻ്റെ മുമ്പ് തന്നെ ഗവൺമെൻറ് ടു ഗവൺമെൻറ് കമ്മ്യൂണിക്കേഷൻ നടക്കേണ്ടതായിരുന്നു, നടന്നിട്ടില്ല. ഐ ഹോപ്പ് അധികം വൈകാതെ സ്റ്റേറ്റ് ഗവൺമെൻറ് കർണാടക സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് എഴുതും. ഇപ്പോൾ KCയും CMO കൂടെ ഇനീഷ്യേറ്റ് ചെയ്യുന്ന ഒരു ഡിസ്കഷൻ ഗവൺമെൻറ് ഓഫ് കർണാടകയായിട്ടുണ്ടാവും. പിന്നെ കേരളയിൽ അത് പ്രൊസീഡ് ചെയ്തിട്ട് അത് സാധ്യമാക്കാനുള്ളൊരു ശ്രമമാണ് തലശ്ശേരിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായും ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നത്. കാരണം എഗെയിൻ ഈ പറയുന്ന ഒരു ഡെസ്റ്റിനേഷനായി തലശ്ശേരി മാറാനുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനമായിട്ട് ശ്രമിക്കുന്നത്. പിന്നെ ചെറിയ കാര്യങ്ങളിലതുണ്ട്, അത് വേറൊരു അവസരത്തിൽ ഞാൻ തീർച്ചയായിട്ടും പറയാം. താങ്ക് യു സോ മച്ച് ഫോർ ആസ്കിങ് ദിസ്. നമ്മുടെ അതിഥികൾക്ക് സ്നേഹോപഹാരം നൽകുന്നതിന് മലയാള മനോരമ സീനിയർ അസോസിയേറ്റ് എഡിറ്റർ PJ ജോർജിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്ലാറ്റ്ഫോം ഡിസ്കഷൻസിൽ അത് നമുക്ക് കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് നമ്മുടെ പല സെഷൻസ് ഉണ്ടായിരുന്നു. നമ്മുടെ പല ചർച്ചകളും നമ്മൾ വലിയ പരമ്പരകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അങ്ങനെ അത് മറ്റൊരു വേദിയിൽ കുറച്ചുകൂടി വിശദമായി ചർച്ച ചെയ്യേണ്ടതാണ്. തീർച്ചയായിട്ടും അത് ജനനേതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട കാര്യമാണ്. മാധ്യമ നിലയിൽ നമ്മളും പൊതുസമൂഹവും അക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുമാണ്, അല്ലേ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തീരദേശ മേഖലയിലെ ഇഷ്യൂസ് കംപ്ലീറ്റ്ലി അൺഅറ്റൻഡഡ് ആണ് എന്ന് പറയേണ്ടി വരും. ഒരു തരത്തിൽ ഇപ്പോൾ IB ഈഡൻ MP ഇവിടെ ഇരിക്കുന്നുണ്ട്. പാർലമെൻറ്റിനകത്തും പുറത്തും ഈ ഇഷ്യൂസ് നിരന്തരം ഉന്നയിക്കുന്ന ഒരാളാണ്. ഒരു കടൽ ഭിത്തിയുടെയോ പുലിമുട്ടിൻ്റെയോ കാര്യത്തിൽ ഒരു സെൻട്രൽ അസിസ്റ്റൻസ് കേരളത്തിലേക്ക് വന്നിട്ട് എത്രയായി എന്നുള്ള ചോദ്യത്തിന് കൃത്യമായിട്ടുള്ളൊരു ഉത്തരം നമുക്ക് പറയാൻ കഴിയുന്നില്ല. ഞാൻ പാലക്കാട് ഉണ്ടായിരുന്ന ഒരാളാണ്. പാലക്കാട് ടൗണിലുണ്ടായിരുന്ന സമയത്ത് അവിടെ കടലും ഉണ്ടായിരുന്നില്ല, ടൗൺ ആയതുകൊണ്ട് കാടും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഇപ്പോൾ ഒരു സ്ഥലം മാറ്റം കിട്ടിയപ്പോൾ ഏതാണ്ട് 70 കിലോമീറ്റർ സ്ട്രെച്ച് തീരദേശത്താണ്. അപ്പം ഞാൻ അവിടെ ഉണ്ടായ ഒരു സ്ഥലത്ത് ആദ്യമായി ചെന്നപ്പോൾ തന്നോട് ആൾക്കാർ പറഞ്ഞു, സാറേ ഇവിടെ ഒരു ബോയ പോലും ഇല്ല എന്നുള്ളത്. അപ്പോൾ ഈ ബോയ എന്താണെന്ന് അറിയാത്ത ഞാൻ ഈ പാലക്കാട് നിന്ന് പെട്ടെന്ന് എൻ്റെ അവിടെ കടലില്ലാത്തതുകൊണ്ട് ബോയ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് അപ്പം ഞാൻ തിരിഞ്ഞ ആൾക്കാരോട് ചോദിച്ചു, ഈ ബോയ നമുക്ക് MP ഫണ്ടൊന്ന് കൊടുക്കാൻ പറ്റിയ ഒരു സാധനമാണോ? സാർ അത് കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞപ്പോഴും ഇദ്ദേഹം എനിക്ക് പറഞ്ഞു തരുന്നില്ല, ബോയ എന്താണെന്നുള്ളത് പറഞ്ഞു തരുന്നില്ല. അപ്പം ഞാൻ പുതുതായിട്ട് ഈ ഇഷ്യൂവിനകത്ത് എൻ്റർ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഞാൻ സാധാരണ ശ്രീ IB ഈഡനും KC വേണുഗോപാലൊക്കെ ലഭ്യമായ എല്ലാ ഓപ്പർച്യൂണിറ്റീസിലും തീരദേശ ജനത അനുഭവിക്കുന്ന പ്രയാസങ്ങളെ പാർലമെൻറ്റിൽ ഒരു എന്താ പറയുക, ഒരു ഫിക്സഡ് റെസ്പോൺസിബിലിറ്റി പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇവരെ പോലെ. അപ്പം അത്തരം കാര്യങ്ങൾ ഉന്നയിക്കാത്ത പ്രശ്നമല്ല. പക്ഷേ ഇതിനോടുള്ള ഗവൺമെൻറ്റുകളുടെ ആറ്റിറ്റ്യൂഡ്, അപ്രോച്ച് വളരെ നെഗറ്റീവാണെന്ന് എനിക്ക് അതിൻ്റെ ഒരു പൊളിറ്റിക്സ് പറയാതിരിക്കാൻ കഴിയില്ല. ഇപ്പം കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട്, ഇപ്പം എന്നെക്കാൾ കൂടുതൽ ഹൈബിക്ക് അത് പറയാൻ പറ്റുമായിരിക്കും, ഒരു പുലിമുട്ടിനോ അല്ലെങ്കിൽ ഒരു കടൽ ഭിത്തിക്കോ പോലുള്ള അസിസ്റ്റൻസ് സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കുന്നതിനെ സംബന്ധിച്ചുള്ള നില്ലാണ് ആ കാര്യത്തിലുണ്ടാകുന്നത്. തീരദേശ ഇഷ്യൂസ് ഒരു സത്യമാണ്, ഒരു സങ്കട കഥ പോലെ തന്നെ അത് തുടരുകയാണ്. അപ്പോൾ UDFനകത്ത് അതിനകത്തൊരു ചർച്ച വന്നപ്പോൾ ഇപ്പം മലയോര മേഖലയിൽ ഈ ഹ്യൂമൻ അനിമൽ കോൺഫ്ലിക്റ്റിൻ്റെ കാര്യത്തിൽ ലോകത്തെ സക്സസ്ഫുൾ മോഡൽസിനെ കേരളത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള ബദൽ ഓപ്ഷൻസ് ആ മലയോര ജാഥയുമായി ബന്ധപ്പെട്ട് UDF മുന്നോട്ട് വെക്കുകയുണ്ടായി. ഇനി അടുത്തത് UDF ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഹെൽത്ത്, എഡ്യൂക്കേഷൻ, മലയോര മേഖല, അടുത്ത ചെയ്യാൻ പോകുന്നത് പോസ്റ്റ് ലോക്കൽ ബോഡി ഇലക്ഷൻ ചെയ്യാൻ പോകുന്നത് തീരദേശത്തെ സ്ട്രെച്ചിൽ UDFൻ്റെ ഒരു ക്യാമ്പയിനും പ്രചരണവും. ഇപ്പോൾ താങ്കൾ ഇവിടെ ചോദിച്ച ചോദ്യം ഈ അങ്ങറ്റം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ആളുകളെ നേരിട്ട് കണ്ട് ചോദിക്കുകയും അവിടുത്തെ ബദലുകൾ അവിടെ പ്രസൻറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ക്യാമ്പയിനാണ് UDF ഇപ്പോൾ തീരുമാനം എടുത്തിട്ടുള്ളത്. ഇറ്റ്സ് ഓൾറെഡി ഡിസൈഡഡ്. UDFൻ്റെ തീരുമാനവും പ്രഖ്യാപനവും ആ കാര്യത്തെ സംബന്ധിച്ച് വന്നതാണ്. ഉറപ്പായിട്ടും ഞങ്ങൾ ആ കാര്യത്തെ അഡ്രസ്സ് ചെയ്യും. ഇപ്പോൾ ഉള്ള ഒരു അവഗണനയ്ക്ക് ഒരു മാറ്റം വരുത്താവുന്ന പിക്ചർ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് തീരദേശ ജനതയുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടേ ഞങ്ങൾ അടുത്ത ഇലക്ഷനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുള്ളൂ. വളരെ നന്ദി ഷാഫി. നമ്മൾ വളരെ വൈകിപ്പോയി. സെഷൻ അവസാനിക്കുകയാണ്.